നമസ്കാരം. ഗുഡ് മോർണിംഗ്. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കൃഷ്ണേന്ദു. വെരി ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ആളുകൾ സ്ട്രെസ് ഒന്നും ഇല്ലാതെ ജോലിക്കൊന്നും പോകണ്ട, കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ട, അപ്പോൾ വീട്ടിൽ ഇരുന്ന് സ്വസ്ഥമായിട്ട് വാർത്തയൊക്കെ കാണാൻ പറ്റുന്ന ഒരു ദിവസമാണ്. ഉണ്ടാവുള്ളൂ. അതെ, ഇപ്പം എല്ലാവരും ഒരു കോഫിയോ ചായയോ ഒക്കെ ആയിട്ട് ടി വിയുടെ മുമ്പിലേക്ക് എത്തുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു 1.5 മണിക്കൂർ ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നോക്കണം. ഞായറാഴ്ചയാണെങ്കിലും വാർത്തകൾക്ക് ഒരു കുറവുമില്ല എന്നുള്ളതാണ്. വളരെ വാർത്താ പ്രാധാന്യമുള്ള ഒരു ദിവസം തന്നെയാണ്. രാഷ്ട്രീയ കേരളം വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു വിഷയം നടക്കാൻ പോകുന്ന, ഒരു സംഭവം നടക്കാൻ പോകുന്ന ഒരു ദിവസം കൂടിയാണിത്. കൃഷ്ണേന്ദു, നമുക്കറിയാം ഇന്നലത്തെ കാര്യം, അതായത് അർജുന്റെ വിയോഗ വാർത്തയിൽ തന്നെയാണ് നമ്മൾ ഇന്നലെ ഉണ്ടായിരുന്നത്. അർജുന്റെ സംസ്കാര ചടങ്ങുകൾ വരെയും നമ്മൾ അത്തരത്തിൽ ആ വാർത്താ ദിനം മുഴുവൻ അർജുനൊപ്പം തന്നെയായിരുന്നു നിന്നത്. കേരളക്കര ഒന്നാകെ ആ ഒരു സങ്കടത്തിലായിരുന്നു, ആ വേദനയിലായിരുന്നു. ഇപ്പോഴും നമ്മൾ ആരും അതിൽ നിന്ന് മുക്തരായിട്ടില്ല. നമ്മുടെ എല്ലാം ഉള്ളിൽ ആ ഭാരം ഇങ്ങനെ പെട്ടെന്നൊരു ഇതിൽ എന്താണ് അർജുൻ എന്ന് പറയുന്ന വ്യക്തി ഓരോരുത്തർക്കും സഹോദരനായി, മകനായി, അങ്ങനെ ഒരു ബന്ധം എല്ലാവരുടെ ഉള്ളിലും വന്നു. തീർച്ചയായും എത്രത്തോളം ആളുകളാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടേക്ക് ഒഴുകിയെത്തിയത് എന്നുള്ളത് നമ്മൾ ഇടയ്ക്ക് എന്താണ് അനുശോചനം അറിയിക്കാൻ നമ്മൾ നമ്പർ ഹോട്ട്ലൈൻ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ലക്ഷദ്വീപിന്ന് വിളിച്ച ഒരു കോൾ ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് പേര് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചില്ല. ഒരുപാട് പേര് വിളിച്ച് ഈ പറയുന്നത് സങ്കടത്തോടെ, അതായത് നമ്മൾ കണക്ട് ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ പറയും, വിഷമിക്കുകയും ചെയ്യുവാണ്. കരയുകയായിരുന്നു, ശരിക്കും അവർ കരയുകയായിരുന്നു ഫോൺ കോളിൽ കൂടെ. അവരിൽ പലരും അവിടേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചവരാണ്. പക്ഷേ കോഴിക്കോട് കണ്ണാടിക്കലിലേക്ക് മാത്രമല്ല, കേരളത്തിൽ നിന്ന് മാത്രമല്ല, നമുക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് ഇങ്ങനെ കോൾസ് ലഭിച്ചതും ഇവരിങ്ങനെ അനുശോചനവും ആദരാഞ്ജലികളും ഒക്കെ രേഖപ്പെടുത്തിയതും. അതെ, കണ്ണാടിക്കലിലേക്ക് എത്താൻ കഴിയാതെ പോയ അതിൽ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അവരാണ് ന്യൂസ് 18 കൂടി അർജുനോടുള്ള അനുശോചനം അറിയിച്ചത്. അവർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണ് അർജുൻ എന്നുള്ളത് അവർ പറയുകയായിരുന്നു. ഒരു പക്ഷേ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടൊരു പരിചയം പോലും ഇല്ലാത്ത ആളുകളാണ്. ഈ വാർത്തകളിൽ കൂടി മാത്രം അർജുനെ നേരിട്ടറിഞ്ഞ ആളുകളായിരുന്നു അവരെല്ലാവരും. എന്തായാലും നമ്മളെപ്പോഴും തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ദുഃഖത്തിൽ നിന്ന് മുക്തമായിട്ടില്ല. ആ കുടുംബത്തിന് എന്തായാലും ഈ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യാനുള്ള മനക്കരുത്ത് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ കേരളം വളരെ ആകാംക്ഷയോട് ഉറ്റുനോക്കുന്ന ഒരു ദിവസമാണ്. PV അൻവറിൻ്റെ പൊതുസമ്മേളനം ഇന്ന് നടക്കുകയാണ് നിലമ്പൂരിൽ. എന്താണ് ലക്ഷ്യം വെക്കുന്നത് അൻവർ എന്നുള്ളതാണ് ഏറെ ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അടുത്ത നീക്കം എന്താണ്? പുതിയ പാർട്ടി പ്രഖ്യാപനം ഉണ്ടാകുമോ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. രാഷ്ട്രീയ നിലപാടും തുടർ നടപടികളും പ്രഖ്യാപിക്കാൻ എന്തായാലും PV അൻവറിന്റെ പൊതുസമ്മേളനം ഇന്ന് നിലമ്പൂരിൽ നടക്കുകയാണ്. വൈകുന്നേരം 6:30 ചന്തക്കുന്നിലാണ് പൊതുയോഗം. CPM-ഉമായുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷം അൻവർ വിളിച്ചു ചേർക്കുന്ന ആദ്യ പൊതുസമ്മേളനം കൂടിയാണിത്. വിവരങ്ങളുമായി CV അനുമോദ് മലപ്പുറത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. CV അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. അനുമോദ്, അൻവറിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്? അൻവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൽ ഏറെക്കുറെ നമുക്കിന്ന് വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? എങ്ങനെയാണ് ഈ ഒരു പൊതുസമ്മേളനം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്? എങ്ങനെയായിരിക്കാം ആ ഒരു പരിപാടിയുടെ പൊതുചിത്രം? ഗുഡ് മോർണിംഗ് ആര്യ. ഗുഡ് മോർണിംഗ് കൃഷ്ണന്ദു. നമുക്കറിയാം അൻവർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ തന്നെ ഒറ്റയ്ക്കൊരു രാഷ്ട്രീയ കക്ഷി അത് രൂപീകരിക്കുന്നതിൻ്റെ ശ്രമങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് അൻവർ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നത്തെ ഒരു സമ്മേളനം വളരെ പ്രാധാന്യമർഹിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആളുകൾ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് മുൻപിൽ അൻവർ തൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ, താൻ ഈ നിലപാടെടുക്കാനുള്ള കാര്യങ്ങൾ ഇത്രയും ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞതിനപ്പുറം എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം പറയും എന്നുള്ളതാണ് അറിയേണ്ടത്. എന്നാൽ അതേസമയം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടതുപക്ഷത്തിൻ്റെ വലിയ എതിർപ്പ് അൻവറിനെതിരെ ഉണ്ടായിട്ടുണ്ട്. നിലമ്പൂരിൽ പ്രത്യേകിച്ച് അൻവറിൻ്റെ കോലം കത്തിക്കുന്ന സാഹചര്യം വരെ എത്തി, കൊലവിളി മുദ്രാവാക്യം വിളിച്ചിരിക്കുന്ന സാഹചര്യം വരുത്തിയപ്പോൾ നിലമ്പൂരിൽ എത്രത്തോളം അൻവറിന് സ്വന്തം തട്ടകത്തിൽ എത്രത്തോളം കരുത്തുണ്ട് എന്ന് തെളിയിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണിത്. കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി എൻ മോഹൻദാസ് ഇക്കാര്യത്തിൽ ആണെങ്കിൽ പരിപാടിയിൽ ആളുകൾ പോകണ്ട എന്നൊന്നും നമ്മൾ പറയുന്നില്ല എന്ന് രാഷ്ട്രീയം ഒരു പ്രസ്താവന തന്നെ നടത്തിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ധാരാളമായിട്ട് എത്താൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അൻവറിൻ്റെ മുൻകാല ചരിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു മാസ് ക്രൗഡ് പുള്ളറാണ് അൻവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മുമ്പ് തെളിയിച്ചതാണ്. സ്വാഭാവികമായിട്ടും അൻവർ രാഷ്ട്രീയമായിട്ട് ഒരു വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ ഇടതുപക്ഷത്തു നിന്ന് മാറി ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് സഖാക്കൾക്ക് വേണ്ടിയാണ് തൻ്റെ പോരാട്ടമെന്ന് ഓരോ സമയവും പ്രസ്താവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അൻവറിൻ്റെ ഈ രാഷ്ട്രീയമായിട്ടുള്ള ഈ നീക്കത്തിൽ പൊതുസമ്മേളനത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് പറയുന്നു, അദ്ദേഹത്തെ കേൾക്കാൻ എത്ര പേർ വരുന്നു എന്നുള്ളതൊക്കെ ഇനിയുള്ള
രാഷ്ട്രീയ നീക്കങ്ങളുടെ ഒരു തുടക്കമായിട്ട് വേണം നമ്മൾ കാണുവാൻ. അതേസമയം ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാട് കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. അൻവർ ഇനി സർവ്വസ്വതന്ത്രനാണ്. അൻവറിന് ഇടതുപക്ഷവുമായിട്ട് ബന്ധമില്ല. അപ്പോൾ അൻവർ പക്ഷേ താഴെത്തട്ടിലുള്ള അണികൾക്ക് വേണ്ടി, സഖാക്കൾക്ക് വേണ്ടിയാണ് തൻ്റെ ഈ പോരാട്ടമെന്ന് ആവർത്തിക്കുകയും ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ് താനെന്ന് പറയുകയും ചെയ്യുമ്പോൾ അടുത്ത രാഷ്ട്രീയ നീക്കത്തിന് അതൊരു തുടക്കം കുറിക്കുകയാണ്. ഒരുപക്ഷെ ഈ സർക്കാരിനെതിരെ താൻ നടത്തിയ പോരാട്ടം അത് സാധാരണക്കാർക്ക് വേണ്ടിയാണ്, പക്ഷേ സർക്കാർ ഒപ്പം നിന്നില്ല എന്നൊരു ഒരു സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച് തൻ്റെ ഭാഗത്ത് നീതി, ന്യായമുണ്ട് എന്ന് വ്യക്തമാക്കി അതിലേക്ക് കൂടുതൽ യുവാക്കളെ അടക്കം ആകർഷിച്ച് അങ്ങനെ ഒരു രാഷ്ട്രീയ സഖ്യമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മുന്നോട്ട് പോവുക എന്നൊരു ഉദ്ദേശമായിരിക്കും ഉണ്ടാവുക. നിലവിൽ LDF എന്നോ UDF എന്നോ എത്ര പേർ വരുമെന്നൊന്നും പറയാനാകില്ലെങ്കിൽ പോലും അൻവർ ഒറ്റയ്ക്ക് ഒരു പോരാട്ടം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ മുൻകാല ചരിത്രം വെച്ച് അദ്ദേഹത്തിന് ഒരു ആളുകളെ സംഘടിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്. മാത്രമല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പങ്കുവയ്ക്കാൻ, ആളുകൾക്ക് മുൻപിൽ വയ്ക്കാൻ ചില കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങളാകും ഇന്ന് അദ്ദേഹം പങ്കുവയ്ക്കുക, എത്രത്തോളം ആളുകൾ അദ്ദേഹത്തെ കാണാനും കേൾക്കാനും ഉണ്ടാകും എന്നുള്ളതൊക്കെ വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് അൻവറിൻ്റെ അടുത്ത നീക്കത്തിന് മുൻപായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്നത്തെ ഈ ഒരു പൊതുസമ്മേളനം. ആര്യ, അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അൻവർ ഒരു വലിയ മാസ് ക്രൗഡ് പുള്ളറാണ്, അതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ അൻവറിന് തുടക്കത്തിലുണ്ടായിരുന്ന വലിയ ആത്മവിശ്വാസമുണ്ടല്ലോ, അതായത് CPM അണികളുടെ പിന്തുണ പ്രാദേശികമായി തനിക്ക് വലിയ തോതിൽ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ട ഘട്ടമാണോ? കാരണം ഏറ്റവും ഒടുവിലായി അൻവറിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ചില പ്രസ്താവനകൾ, അതായത് ഈ പാർട്ടിയുടെ നിബന്ധനകൾ ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിൽ തനിക്കൊപ്പം വരാൻ അണികൾക്ക് ഭയമുണ്ടാകുമെന്ന് പറയുന്നത് അൻവറിൻ്റെ ഒരു ആത്മവിശ്വാസക്കുറവായി കണക്കാക്കണമോ? അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലായിട്ടാണ് ഇപ്പോൾ മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കെതിരെയുള്ള ആരോപണങ്ങൾ, അദ്ദേഹം വർഗീയവാദിയാണ് എന്നുള്ള തരത്തിലുള്ള രൂക്ഷമായ വിമർശനങ്ങളുമായി അൻവർ രംഗത്തേക്ക് വരുന്നത്. പക്ഷേ അപ്പോഴും ഇതെന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്നുള്ള ചോദ്യം കൂടി രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായും അൻവറിൻ്റെ നിലപാട്, അദ്ദേഹം എന്തുകൊണ്ട് ഇത്തരത്തിലൊരു കർശന നിലപാടിലേക്ക് എത്തി, അല്ലെങ്കിൽ പാർട്ടി വിട്ടുപോകേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയെന്ന് അൻവർ പല തവണ ആവർത്തിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു പൊതുസമ്മേളനത്തിൽ ഒരു പൊതുജനങ്ങളോടാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇപ്പോൾ അദ്ദേഹം പറയാൻ പോകുന്നത് അദ്ദേഹത്തെ 2 തവണ വിജയിപ്പിച്ച വോട്ടർമാരോടുകൂടിയാണ്, നിലമ്പൂരിലെ ജനങ്ങളോടാണ്. സ്വാഭാവികമായിട്ടും അത് മാധ്യമങ്ങളോട് പറയുന്ന പോലെ ആയിരിക്കില്ല. ആദ്യകാലം മുതൽ താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, തനിക്ക് കിട്ടിയ പിന്തുണ, അതിൻ്റെ രാഷ്ട്രീയമായിട്ട് കിട്ടിയ എതിർപ്പ്, അതുപോലെ തന്നെ താൻ നടത്തുന്ന കാര്യങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, ഏത് സാഹചര്യത്തിൽ താൻ ഈ പാർട്ടി വിട്ടു പോകേണ്ടി വന്നു, പാർട്ടിയോട് താൻ പലതവണ പരാതി പറഞ്ഞിട്ടും അതൊന്നും പലതും പരിഹരിച്ചില്ല എന്ന അൻവറിൻ്റെ ആക്ഷേപങ്ങളിൽ ഏതെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം പരാതിയിൽ പറഞ്ഞത് എന്നതുകൂടിയൊക്കെ ഇന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിശദീകരണ യോഗത്തിൻ്റെ സാഹചര്യത്തിലേക്കാണ് നീങ്ങുക. അപ്പോൾ തന്നെ 2 തവണ വിജയിപ്പിച്ച വോട്ടർമാരോട് താൻ എന്ത് പറയുന്നു? പ്രത്യേകിച്ച് ഇടതുപക്ഷ വോട്ടർമാരായിരിക്കും ഉണ്ടാവുക. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കരുത്ത് അങ്ങനെ. മാത്രമല്ല അൻവർ ഇനി ഈ സ്വതന്ത്രനായി നിൽക്കുമ്പോൾ അൻവർ നിലമ്പൂരിൽ നിന്നാൽ, ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന അണികൾ ധാരാളമായിട്ടെത്തും. അതിൽ LDF എന്നും UDF എന്നൊക്കെ ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു പൊതുസമ്മേളനം എന്നത് അൻവറിൻ്റെ കരുത്ത് എത്രമാത്രം ഉണ്ട് എന്ന് തെളിയിക്കാനുള്ള ഒരു വേദി കൂടിയായിട്ടായിരിക്കും അൻവർ ഉപയോഗിക്കുക. അതിൽ വളരെ പ്രധാനപ്പെട്ടത് അൻവർ എന്ത് പറയുന്നു, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹം വിശദീകരണങ്ങൾ നൽകും. അണികളെ ബോധ്യപ്പെടുത്തുവാൻ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ പറയും എന്നുള്ളതും തുടർന്ന് എന്തായിരിക്കും ഇടതുപക്ഷത്തിന് നീക്കം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുതന്നെയാണെങ്കിലും രാഷ്ട്രീയ കേരളത്തിൽ ഈ നിലമ്പൂരിൽ അൻവർ തുടങ്ങി വയ്ക്കുന്ന ഈ സ്വതന്ത്ര നീക്കം എവിടെയെല്ലാം എത്തിപ്പെടും എന്നുള്ളതും ഇനി കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. മലപ്പുറം ജില്ലയിൽ മറ്റ് മണ്ഡലങ്ങളിൽ അദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ മേഖലകളിലൊക്കെ ഇതുപോലെ സ്വതന്ത്രന്മാരെ അല്ലെങ്കിൽ സ്വതന്ത്ര മനസ്സുള്ളവരെ ഒരുമിച്ച് കൂട്ടി ഒന്നിച്ചുള്ളൊരു പോരാട്ടത്തിന് അൻവർ ഒരുങ്ങുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടതാണ്. പക്ഷെ അതിൻ്റെ എല്ലാം തുടക്കമാകും ഇന്നത്തെ ഈ സമ്മേളനം. തീർച്ചയായും CV അനുമോദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അൻവറിന്റെ ഈ നീക്കങ്ങളൊക്കെ തന്നെയും തനിക്കൊപ്പമുള്ളവരെ ബോധ്യപ്പെടുത്താൻ അൻവറിന് സാധിക്കുമോ എന്നുള്ളതാണ് ഒരു കാര്യം, പ്രത്യേകിച്ച് CPM അണികളെ. അതോടൊപ്പം അങ്ങനെയെങ്കിൽ സാധിച്ചാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ CPMന് കഴിയും എന്നുള്ളത് കൂടി ഉറ്റുനോക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ
കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പന്റെ സംസ്കാരം ഇന്ന് നടക്കും. മൃതദേഹം അല്പസമയത്തിനകം വിലാപയാത്രയായി തലശ്ശേരിയിലേക്ക് കൊണ്ടുപോകും. തലശ്ശേരി ടൗൺ ഹാളിലാണ് പൊതുദർശനം. വൈകിട്ട് ചോക്ലിയിലെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിക്കും. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, പൊതുദർശനം അതോടൊപ്പമുള്ള സംസ്കാര ചടങ്ങുകൾ എല്ലാത്തിന്റെയും വിശദാംശം. CPM-ൽ ഏറെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് ഇന്നലെ അന്തരിച്ചിരിക്കുന്നത്. അദ്ദേഹം കൂത്തുപറമ്പ് വെടിവെപ്പ് സമരത്തിന്റെ ഒരു ജീവിക്കുന്ന രക്തസാക്ഷി എന്ന നിലയിലാണ് പാർട്ടി അണികൾക്കിടയിൽ ഏറ്റവും അധികം ആരാധ്യ പുരുഷനായി മാറിയിരുന്നത്. അദ്ദേഹം ഏറെ നാളുകളായി തന്നെ ശാരീരികമായ പ്രശ്നങ്ങളെ തുടർന്ന് ബുദ്ധിമുട്ടുകയാണ്. 5 പേരുടെ മരണത്തിനിടയാക്കിയ കൂത്തുപറമ്പ് വെടിവെപ്പിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പലയിടങ്ങളിലും മാരകമായ പരിക്ക് പറ്റിയിരുന്നു. സുഷുമ്ന നാഡിക്ക് അദ്ദേഹത്തിന് വെടിയേറ്റിരുന്നു. അതിനുശേഷം നിരവധി ശസ്ത്രക്രിയകളും ചികിത്സകളും നൽകിയെങ്കിലും ഒരു സാധാരണ നിലയിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹത്തിന് ഒരു കാലത്തും കഴിഞ്ഞിരുന്നില്ല. ശയ്യാവലംബനായാണ് അദ്ദേഹം ജീവിതകാലത്തിൽ ഏറെയും പിന്നീട് ചെലവഴിക്കുകയും ചെയ്ത് പാർട്ടിയാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണ ചുമതലകൾ, അല്ലെങ്കിൽ പാർട്ടിയാണ് അദ്ദേഹത്തിന് വീട് നൽകുകയും അദ്ദേഹത്തെ പരിരക്ഷിക്കാൻ ആളെ നിയോഗിക്കുന്ന അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും പാർട്ടി ആണ് ചെയ്തിരുന്നത്. ഏറ്റവും മുകൾ തട്ടിലുള്ള നേതാക്കൾ മുതൽ ഏറ്റവും താഴെ തട്ടിലുള്ള നേതാക്കൾ വരെ അദ്ദേഹത്തെ സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ സുഖവിവരങ്ങൾ ആരായുകയും ചെയ്യുക പതിവായിരുന്നു. എന്തായാലും കഴിഞ്ഞ 2-3 ആഴ്ചയായി അദ്ദേഹം രോഗബാധിതനായിരുന്നു. ആദ്യം തലശ്ശേരിയിലെ ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും പിന്നീട് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. പലതവണ ആരോഗ്യനില വഷളാവുകയും വെന്റിലേറ്ററിൽ പ്രവേശിക്കുകയും ഒക്കെ ചേർന്നു. ഇതിനൊടുവിലാണ് തന്റെ സമരങ്ങൾ അല്ലെങ്കിൽ ജീവിത സമരങ്ങൾ അവസാനിപ്പിച്ച് അദ്ദേഹം വിടവാങ്ങിയത്. രാവിലെ 8 മണിയോടുകൂടി കോഴിക്കോട്ടെ ഡിവൈഎഫ്ഐ ആസ്ഥാനമായ യൂത്ത് സെന്ററിൽ നിന്നും ഭൗതിക ശരീരം ഒരു വിലാപയാത്രയായി അദ്ദേഹത്തിന്റെ നാടായ ചൊക്ലിയിലേക്ക് കൊണ്ടുപോകും. ഈ വിലാപയാത്രയിൽ ഉടനീളം പലയിടങ്ങളിലും അദ്ദേഹത്തിന് ആദരവർപ്പിക്കാൻ പയ്യോളിയിലും കൊയിലാണ്ടിയിലും വടകരയിലും ഒക്കെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് എന്നും CPM വ്യക്തമാക്കുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ തട്ടകമായ കണ്ണൂരിലേക്ക് കൊണ്ടുപോകുക. കണ്ണൂർ തലശ്ശേരി ടൗൺ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷമാവും പ്രദേശമായ ചുക്ലിയിൽ മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ കൈക്കൊള്ളുക. എന്തായാലും വളരെ വിപുലമായ രീതിയിലുള്ള ഒരു ആദരവർപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് CPM ഏർപ്പെടുത്തിയിരിക്കുന്നത്. CPM-ന്റെ ഏറ്റവും കരുത്തനായ ഒരു പ്രവർത്തകൻ, അല്ലെങ്കിൽ കരുത്തനായ ഒരു ജീവിതം എന്ന് തന്നെയാണ് പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. സമകാലീനരായ ഈ കേരള രാഷ്ട്രീയത്തിൽ സജീവമായ ഒരുപാട് നേതാക്കൾക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഒരു CPM രക്തസാക്ഷി കൂടിയാണ് അദ്ദേഹം. എന്തായാലും 8 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ വിലാപയാത്ര കോഴിക്കോട് നിന്നും ആരംഭിക്കും. അതുകൊണ്ട് തന്നെ അനീഷ്, പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും അവിടേക്ക് ഒഴുകിയെത്തിയില്ലേ? തീർച്ചയായും. ഇന്നലെ തന്നെ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ പ്രധാന നേതാക്കൾ, നിയമസഭാ സ്പീക്കർ ഷംസീർ അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇന്ന് കണ്ണൂരിലേക്ക് ഭൗതിക ശരീരം എത്തുമ്പോൾ CPM-ന്റെ തലവെളുപ്പുള്ള നേതാക്കന്മാരൊക്കെ എത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം വൈകാരികമായ ഒരു അടുപ്പമാണ് ഈ പുഷ്പനോട് ഈ CPM നേതാക്കൾക്കും അണികൾക്കുമുള്ളത്. കാരണം CPM ഏറ്റവും ശ്രേഷ്ഠമായി കരുതുന്ന, അല്ലെങ്കിൽ CPM-ന്റെ ഏറ്റവും ഉന്നതരായി കരുതുന്നത് രക്തസാക്ഷികളെയാണ്. അപ്പോൾ ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയായി അദ്ദേഹം തുടരുകയായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ യൗവന കാലത്താണ് ഇത്തരത്തിൽ സമരത്തിൽ പങ്കെടുക്കുകയും ക്രൂരമായ പോലീസ് മർദ്ദനവും വെടിവെപ്പും ഏൽക്കുകയും ചെയ്തത്. പിന്നീട് ഒരിക്കലും നിവർന്നു നിൽക്കാൻ പോലും ആവാത്ത തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. CPM-ന്റെ ഏറ്റവും ഉന്നതനായ നേതാവ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ മുതൽ ഏറ്റവും താഴെത്തട്ടിലെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ വരെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു, ജാഗരൂകരായി മാറിയിരുന്നു. ഒരു ഘട്ടത്തിലും അദ്ദേഹത്തിന് ജീവിതത്തോട് പടവെട്ടേണ്ടി വന്നില്ല. ആരോഗ്യ നിലയിൽ മോശം ആണെങ്കിലും, അല്ലെങ്കിൽ ആരോഗ്യനിലയോട് അദ്ദേഹത്തിന് പോരാടേണ്ടി വന്നെങ്കിലും ജീവിതത്തിൽ അദ്ദേഹത്തിന് സർവ്വ സൗകര്യങ്ങളും ഏർപ്പെടുത്തി പരിരക്ഷിച്ച് വന്നിരുന്നത് പാർട്ടിയാണെന്ന് നമുക്കറിയാം. എല്ലാ ഉന്നത നേതാക്കളുമായും വളരെ വലിയ അടുപ്പം പുഷ്പൻ സൂക്ഷിച്ചിരുന്നു. എല്ലാവരും പുഷ്പന്റെ കാര്യത്തിൽ പ്രത്യേക പരിഗണന നൽകിയിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ആ ആദരവെല്ലാം പ്രകടമാക്കുന്ന രീതിയിൽ തന്നെയുള്ള ഒരു വിലാപയാത്രയായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആദരവായിരിക്കും പാർട്ടി അദ്ദേഹത്തിന് നൽകുകയും ചെയ്യുക. തീർച്ചയായും MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പാർട്ടിയുടെ ജീവിക്കുന്ന രക്തസാക്ഷി വിട പറയുമ്പോൾ
പുഷ്പന്റെ സംസ്കാരം ഇന്ന് നടക്കും. മൃതദേഹം അല്പസമയത്തിനകം വിലാപയാത്രയായി തലശ്ശേരിയിലേക്ക് കൊണ്ടുപോകും. തലശ്ശേരി ടൗൺ ഹാളിലാണ് പൊതുദർശനം. വൈകിട്ട് ചൊക്ലിയിലെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിക്കും. എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും അവിടേക്ക് ഒഴുകി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കാം അല്ലേ? തീർച്ചയായും. CPI നേതൃത്വം കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കവേ ഇനി എത്ര നാൾ ക്രമസമാധാന ചുമതലയിലുള്ള ADGP കസേരയിൽ MR അജിത് കുമാറിന് തുടരാനാകുമെന്നതിൽ ചോദ്യം ശക്തം. മുഖ്യമന്ത്രി ഇപ്പോഴും അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. തൃശൂർ പൂര ദിവസം സ്ഥലത്തുണ്ടായിരുന്നിട്ടും കാര്യങ്ങൾ അലങ്കോലപ്പെടുമ്പോൾ ADGP ഇടപെടാത്തത് സംശയം വർദ്ധിപ്പിക്കുന്നു. ADGPയുടെ അന്നത്തെ സമീപനത്തിൽ DGPക്ക് എതിർപ്പുണ്ട്. അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ ഉൾപ്പെടെ വിശദമായ അന്വേഷണ റിപ്പോർട്ട് DGP ഉടൻ സർക്കാരിന് സമർപ്പിക്കും. VV വിനോദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഇതിലൊന്ന് CPI നിലപാട് കടുപ്പിക്കുകയാണ് എന്നുള്ളതാണ്. ഈ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരുമോ മുഖ്യമന്ത്രിക്ക് എന്നുള്ള ചോദ്യം. അതോടൊപ്പം തന്നെ ADGPക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നു DGP എന്നുള്ളത്. വിശദമായ വിവരങ്ങൾ. ആര്യ കൃഷ്ണേന്ദു, ഈ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. DGPയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മുന്നിലുള്ള ഒരു കടമ്പ RSS നേതാക്കൾക്ക് നോട്ടീസ് അയക്കുക എന്നതുൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരുടെ കൂടി മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. സർക്കാരിന്റെ അനുമതി ഇക്കാര്യത്തിൽ ആവശ്യമാണ്. ഏതായിരുന്നാലും നേരത്തെ തന്നെ DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. സ്വർണ്ണക്കടത്ത് അതുപോലുള്ള സംഘങ്ങൾ, അവരുമായുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ സ്വർണം തട്ടിയെടുത്ത് തുടങ്ങിയ കാര്യങ്ങൾ, അതിലെല്ലാം തന്നെ വിശദമായ പരിശോധന ഒന്നിൽ കൂടുതൽ തവണയാണ് ADGPയെ പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി DGP മൊഴി രേഖപ്പെടുത്തിയത്. ഏറ്റവും ഒടുവിൽ DGPക്ക് നൽകിയ മൊഴി RSS നേതാക്കളെ കണ്ടത് അത് വ്യക്തിപരമായ കൂടിക്കാഴ്ചയായിരുന്നു. ഇങ്ങനെ പ്രമുഖ വ്യക്തികളെ കാണാനുള്ള അവസരം ലഭിച്ചാൽ അങ്ങനെ കാണുന്നതിൽ തെറ്റില്ല, അങ്ങനെ കാണാറുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അവിടെ രാഷ്ട്രീയമായ ഒരുപാട് വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് തൃശൂർ പൂരം കലങ്ങിയത് ഈ ഒരു കൂടിക്കാഴ്ച, ഇതിന്റെ ഗൂഢാലോചന, ഇത്തരം കാര്യങ്ങളുമായി ഇതിനെ ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു, അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് അത്യന്തം ഗൗരവമുള്ളൊരു വിഷയമായി മാറുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷത്തിന്റെ വിശദീകരണ യോഗമുണ്ടായിരുന്നു തൃശ്ശൂരിൽ. അതിനപ്പുറത്തേക്ക് CPI എടുത്തിരിക്കുന്ന നിലപാട് അത് വളരെ നിർണായകമാണ്. കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വവും അതോടൊപ്പം തന്നെ പ്രകാശ് ബാബുവും CPIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഈ രണ്ട് നേതാക്കളും പറഞ്ഞത് ADGPയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാണ്. ഊഴം വെച്ച് RSS നേതാക്കളെ കണ്ടു എന്ന കാര്യമാണ് ബിനോയ് വിശ്വം നേരത്തെ പറഞ്ഞത്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് തുടരെ RSS നേതാക്കളെ ADGP കണ്ടത് എന്ന കാര്യമാണ് ബിനോയ് വിശ്വം ചോദിക്കുന്നത്. RSS നേതാക്കളെ കണ്ടതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്ന വാദം ശക്തമാകുകയും ചെയ്യുന്നു. പ്രതിപക്ഷത്തിനും ഘടകകക്ഷികളിൽ നിന്നും ഒരുപോലെ സമ്മർദ്ദം ഉണ്ടാകുമ്പോഴും മുഖ്യമന്ത്രി ADGPയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പൂരത്തിന്റെ ബ്ലൂ പ്രിന്റ്, സുരക്ഷയുമായി ബന്ധപ്പെട്ട ബ്ലൂ പ്രിന്റ് അതുപോലും ADGP മാറ്റി എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. മാത്രമല്ല, പൂരം കലങ്ങുമ്പോൾ തൃശൂർ ജില്ലയിൽ തന്നെ ADGP ഉണ്ടായിരുന്നു, ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ സംഭവങ്ങൾ ഉണ്ടാവുകയും അവിടെ അലങ്കോലപ്പെടുകയും ചെയ്തു എന്നതിന് ശേഷമാണ് ADGP ആ സ്ഥലത്ത് നിന്ന് പോകുന്നത്. അതായത് അലങ്കോലപ്പെട്ടു എന്ന് വ്യക്തമായിട്ടും അതിൽ ഇടപെടുന്നതിനോ ആ പ്രശ്നം പരിഹരിക്കുന്നതിനോ ADGP തയ്യാറായില്ല. മറിച്ച് അവിടെ നിരീക്ഷിക്കുകയായിരുന്നു. താൻ ഉദ്ദേശിച്ച തരത്തിൽ ഇതെല്ലാം അലങ്കോലപ്പെടുന്നുണ്ടോ എന്ന കാര്യം കൃത്യമായി ഉറപ്പാക്കി വിഷയം വഷളാക്കിയ ശേഷം ADGP അവിടെ നിന്ന് പോവുകയായിരുന്നു എന്ന കാര്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഈ ഒരു സംശയം തന്നെയാണ് CPIയുടെ ഭാഗത്ത് നിന്നും ഉയർന്നു വരുന്നത്. ദുരൂഹതയുണ്ട് എന്ന കാര്യം. RSS നേതാക്കളെ കണ്ടതിൽ കാര്യങ്ങൾ ഇതുവരെ വിശദീകരിച്ചിട്ടില്ല എന്ന നിലപാട് CPI സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ADGPയെ തലസ്ഥാനത്ത് തുടരാൻ അനുവദിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. മാത്രമല്ല, DGPക്കും ADGPയുടെ പല നടപടികളിലും അതൃപ്തിയുണ്ട്. അതായത് മുഖ്യമന്ത്രി ഒഴികെ മറ്റാരും തന്നെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന്, ഇടതു മുന്നണിയിൽ നിന്ന് ADGPക്ക് സംരക്ഷണമില്ല, DGPയുടെ ഭാഗത്തു നിന്ന് സംരക്ഷണമില്ല. പ്രതിപക്ഷം അതിശക്തമായ നിലപാടുമായി നിൽക്കുകയും ചെയ്യുന്നു. ഈ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി മാത്രമാണ് MR അജിത് കുമാറിന്റെ ഒരു സംരക്ഷണ കവചം ഒരുക്കുന്നത്. ഇത് എത്ര ദിവസം തുടരാനാകും എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായും VV വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ എത്ര നാൾ ഈ കസേരയിൽ തുടരാൻ കഴിയും? മുഖ്യമന്ത്രിക്ക് ഇനിയും സംരക്ഷണ കവചം തീർത്തുകൊണ്ട് ഇരിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം കൂടി അവശേഷിക്കുകയാണ്. അതോ ഈ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇതിന്റെ അടുത്ത ഘട്ടം എങ്ങനെയായിരിക്കും വിനോദ്? അതായത് മൊഴി എടുത്തിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അടുത്ത ഘട്ടം എങ്ങനെയായിരിക്കും?
ADGPയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ADGP വീണ്ടും പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയത്. തീർത്തും പരിചിതമല്ലാത്തൊരു സാഹചര്യം തന്നെയാണ്. നമുക്ക് ആർക്കും അത്ര കണ്ട് പരിചിതമല്ലാത്ത, അല്ലെങ്കിൽ ഈ പോലീസ് സേനയെ സംബന്ധിച്ച് വിചിത്രമായ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ തന്നെയാണ് പോകുന്നത്. ഒരു ADGPയെ തന്നെ, അതും ക്രമസമാധാന ചുമതലയുള്ള ADGPയാണ്. സംസ്ഥാനത്തെ പോലീസ് സേനയിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ പോസ്റ്റിലുള്ള ആളാണ്. അത്രയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. അങ്ങനെ ഒരു ADGPയെ ഈ തരത്തിൽ RSS കൂടിക്കാഴ്ചയുടെ പേരിൽ, കൊലപാതകം നടത്തിയെന്ന ആരോപണത്തിന്റെ പേരിൽ, സ്വർണം തട്ടിയെടുക്കുന്നതിന്റെ പേരിൽ, അനധികൃത സ്വത്ത് സമ്പാദിച്ചതിന്റെ പേരിൽ സംസ്ഥാന പോലീസ് മേധാവി അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യം തീർച്ചയായും ഇത് കേരള പോലീസിൽ ഇതുവരെ ഉണ്ടാകാത്ത ഒരു സാഹചര്യമാണ്. ഒരു ADGPക്കെതിരെ, അതും ലോ ആൻഡ് ഓർഡർ ADGPക്കെതിരെയാണ് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. മാത്രമല്ല, പല സാഹചര്യ തെളിവുകളും അത് ADGPക്ക് എതിരെ തന്നെയാണ്. പ്രത്യേകിച്ച് RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച, അതിനു പിന്നാലെ തൃശൂർ പൂരം നടക്കുന്ന ദിവസം ADGP തൃശൂരിലുണ്ട്, ആ സ്ഥലത്തുണ്ട്. എന്നാൽ ബ്ലൂ പ്രിന്റിലടക്കം മാറ്റം വരുത്തിയെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണവും, ഈ പൂരം അലങ്കോലപ്പെട്ട ശേഷം ADGP അവിടെ നിന്ന് സ്ഥലം വിടുന്നതും, ഇതെല്ലാം തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരെ ചേർന്ന കാര്യമാണോ എന്ന ചോദ്യമാണ് അവശേഷിപ്പിക്കുന്നത്. കാരണം ഒരു തരത്തിൽ ഈ പൂരം അലങ്കോലപ്പെടുന്നു എന്ന് കാണുമ്പോൾ അവിടെ ഏറ്റവും ആദ്യം ഇടപെടേണ്ട ഉദ്യോഗസ്ഥനാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP. അദ്ദേഹം ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ലെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് അവിടെ എത്തിപ്പെടാനുള്ള പ്രയാസം കണക്കാക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, അദ്ദേഹം ആ ജില്ലയിൽ തന്നെയുണ്ട്. തൃശൂർ പൂരം നടക്കുമ്പോൾ അവിടെയുണ്ട്. അത് കഴിഞ്ഞാണ് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ക്ഷേത്ര ദർശനത്തിന് വേണ്ടി പോകുന്നത്. അതായത് അവിടെ ഉണ്ടായിട്ടും അക്കാര്യത്തിൽ ഇടപെട്ടില്ല. ഇത് തന്നെയാണ് DGPയെ സംബന്ധിച്ചും ഒരു അതൃപ്തി ഉണ്ടാക്കുന്ന ഘടകം. എന്തുകൊണ്ട് ADGP ഇത്തരത്തിൽ പെരുമാറി? അങ്കിത് അശോക് എന്ന മുൻ കമ്മീഷണറുടെ മാത്രം തലയിൽ ഇതെല്ലാം വെച്ച് കെട്ടി എങ്ങനെ കൈകഴുകാൻ കഴിയും എന്നതാണ് ചോദ്യം. മാത്രമല്ല, ADGPയുടെ റിപ്പോർട്ടിലാകട്ടെ അങ്ങനെ ആർക്കെതിരെയും ഒരു നടപടി ശുപാർശ ചെയ്യുന്നില്ല. പരിചയക്കുറവ് കാരണം സംഭവിച്ചു, അങ്കിത് അശോകിന്റെ പരിചയക്കുറവ് കാരണം സംഭവിച്ചു എന്നതാണ്. പക്ഷെ ഈ അന്വേഷണം ഇവിടം കൊണ്ട് അവസാനിക്കുന്ന കരുതുക വയ്യ. DGP ഈ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോൾ കാത്തിരിക്കുന്നത് സർക്കാരിന്റെ മറ്റൊരു അനുമതിക്ക് വേണ്ടിയാണ്. RSS നേതാക്കളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അവർക്ക് നോട്ടീസ് അയക്കുന്നതിന് വേണ്ടിയുള്ള ആലോചന നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ അന്വേഷണത്തോട് RSS സഹകരിക്കുമെന്ന സൂചനകളുമുണ്ട്. ശരി വിനോദ്, എന്തായാലും തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ചോദിച്ചറിയേണ്ടതുണ്ട്. AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയുമോ എന്നതിൽ ആകാംക്ഷ ഉയരുകയാണ്. NCPയിലെ മുൻധാരണ പ്രകാരം 2.5 വർഷം പിന്നിടുമ്പോൾ തോമസ് K തോമസ് മന്ത്രിയാകേണ്ടതാണ്. എന്നാൽ മന്ത്രിപദം ഒഴിയുന്നതിൽ ശശീന്ദ്രന് താൽപര്യമില്ല എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. മന്ത്രിസ്ഥാനം നഷ്ടമായാൽ പാർട്ടി അധ്യക്ഷ സ്ഥാനം ശശീന്ദ്രൻ ലക്ഷ്യം വെക്കുന്നു. നീക്കം വിജയിച്ചാൽ PC ചാക്കോ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തെറിക്കും. VV വിനോദ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. വിനോദ്, ഇതൊരു വല്ലാത്ത കീറാമുട്ടിയായി മാറുകയാണോ NCPക്ക്? തീർച്ചയായും NCPയിലെ മന്ത്രിമാറ്റം സംബന്ധിച്ച ചർച്ചകൾ അത് ഒരു തർക്കത്തിലേക്ക് പോകുന്നു എന്ന സൂചനകൾ തന്നെയാണ് നൽകുന്നത്. PC ചാക്കോയാണ് ഈ മന്ത്രിമാറ്റത്തിന് കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചത്. നേരത്തെ തന്നെയുള്ള ധാരണയാണ്. 2.5 വർഷം കഴിയുമ്പോൾ ശശീന്ദ്രൻ മാറണം എന്നത് നേരത്തെ തന്നെയുള്ള ഒരു ധാരണയാണ്. തോമസ് K തോമസിന് മന്ത്രിസ്ഥാനം നൽകുക എന്നത് 8.5 വർഷമായി, അതായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലം മുതൽ ഈ സർക്കാരിന്റെ കാലം വരെയുള്ള 8.5 വർഷത്തിലധികമായുള്ള സമയം ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മുൻ തീരുമാന പ്രകാരം മന്ത്രിസ്ഥാനം പങ്കിടുക, അതിന്റെ അടിസ്ഥാനത്തിൽ തോമസ് മന്ത്രിയാകുക എന്നതാണ്. ശരത് പവാറിനും ഇക്കാര്യത്തിൽ അനുകൂല നിലപാടുണ്ട് എന്ന സൂചനകളാണ് നേതാക്കൾ നൽകുന്നത്. നേരത്തെ ശരത് പവാറിനെ PC ചാക്കോ ഉൾപ്പെടെയുള്ളവർ കണ്ടിരുന്നു. 10 ജില്ലാ കമ്മിറ്റികളുടെ പിന്തുണയും PC ചാക്കോയ്ക്ക് ഉണ്ട്. എന്നാൽ ശശി കാര്യത്തിൽ ഒരു മന്ത്രിസ്ഥാനം ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എന്നത് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. പാർട്ടി പറയുന്നത് പോലെ അനുസരിക്കും എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ അധികാരത്തിൽ കടിച്ചു തൂങ്ങില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ശശീന്ദ്രൻ നടത്തുന്നതെങ്കിലും നേരത്തെ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ നേതാക്കൾ തീരുമാനിച്ചിരുന്നു. അവസാന നിമിഷം ശശീന്ദ്രൻ ആ കൂടിക്കാഴ്ചയിൽ നിന്ന് പിന്മാറി. PC ചാക്കോ വ്യക്തമാക്കുന്നത് അടുത്ത 3-ന് വീണ്ടും മുഖ്യമന്ത്രിയെ കാണും. മുഖ്യമന്ത്രിയിലാണ് ശശീന്ദ്രൻ പ്രതീക്ഷ അർപ്പിക്കുന്നത്. വ്യക്തിപരമായി ശശീന്ദ്രനുമായി മുഖ്യമന്ത്രിക്ക് അടുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ശശീന്ദ്രൻ തുടരട്ടെ, അല്ലെങ്കിൽ മന്ത്രിമാറ്റത്തിന് അനുകൂലമായി മുഖ്യമന്ത്രി പ്രതികരിച്ചില്ലെങ്കിൽ ഈ സ്ഥാനത്ത് തുടരാൻ കഴിയുമെന്ന് ശശീന്ദ്രൻ കണക്കാക്കുന്നു. ഒരുപക്ഷെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടി വന്നു കഴിഞ്ഞാൽ സംസ്ഥാന അധ്യക്ഷ പദവിയാണ് ശശീന്ദ്രന്റെ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ PC ചാക്കോയെ ഒഴിവാക്കിക്കൊണ്ട് ആ ഭാഗത്തേക്ക് വരുന്നതിനുള്ള നീക്കം ശശീന്ദ്രൻ നടക്കും. പാർട്ടിക്ക് മന്ത്രി
ഇല്ലാത്ത സ്ഥിതി ഉണ്ടാകരുത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം ശശീന്ദ്രന്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. ശശീന്ദ്രനെ അനുകൂലിക്കുന്നവർ പാർട്ടി പിളർത്തി ഈ മന്ത്രിസ്ഥാനത്ത് തുടരണം എന്ന് അഭിപ്രായമുള്ളവരുണ്ട്. നേരത്തെ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജൻ തൃശൂരിൽ ശശീന്ദ്രന് അനുകൂലമായി യോഗം വിളിച്ചിരുന്നു. ഇതിന്റെ പേരിൽ പി സി ചാക്കോ വൈസ് പ്രസിഡന്റിനെ പുറത്താക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ശശീന്ദ്രൻ എത്തിയാൽ പി സി ചാക്കോ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ആ നിലയ്ക്ക് മാത്രം ചുരുങ്ങുന്ന സ്ഥിതി ഉണ്ടാകും. കോൺഗ്രസിൽ നിന്ന് NCP-യിലെത്തിയ പി സി ചാക്കോയുടെ തീരുമാനങ്ങൾക്ക് വഴങ്ങരുത് എന്നാണ് ശശീന്ദ്രനൊപ്പമുള്ള നേതാക്കളുടെ വികാരം. തീർച്ചയായും വി വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ കൃഷ്ണേന്ദു, നെഹ്റു ട്രോഫി ജലമേള എന്ന് പറയുന്നത് നമ്മൾ അത്രത്തോളം ആവേശത്തോടു കൂടി കാണുകയും ലോകത്തെവിടെയുമുള്ള ആളുകൾ ഇതറിഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് വരികയും അത്രത്തോളം വലിയ ആഘോഷമാണ് നമ്മുടെ. പക്ഷേ അതിൽ ഇന്നലെ ഒരു കല്ലുകടി ഉണ്ടായി. എന്താണെന്നുള്ളത് നമ്മൾ എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു തുടർ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. നെഹ്റു ട്രോഫി ജലമേളയിലെ വിജയികളെ സംബന്ധിച്ച തർക്കത്തിൽ 100 പേർക്കെതിരെ കേസെടുത്തു. വിയപുരം ചുണ്ടലിലെ തുഴച്ചിൽക്കാർ ഉൾപ്പെടെ 100 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. നെഹ്റു പവലിയൻ ഉപരോധിച്ചതിനും ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചതിനുമാണ് കേസ്. മത്സരത്തിൽ 2ാം സ്ഥാനത്താണ് വിയപുരം എത്തിയത്. 5 മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസത്തിലായിരുന്നു PBC തുഴഞ്ഞ് കരിച്ചാലിനോടുള്ള പരാജയം. തങ്ങളാണ് വിജയികളെന്ന് വിയപുരം അവകാശപ്പെടുന്നു. അക്രമാസക്തരായവർ നെഹ്റു പവലിയനിലെ കസേരകളടക്കം തകർത്തു. അപ്പോൾ നമുക്കിനി ഒരു ഇടവേളയാകാം അല്ലേ? തീർച്ചയായും ഇടവേള. വെൽക്കം ബാക്ക്. വിശേഷങ്ങളും വാർത്തകളുമായി മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. കൃഷ്ണേന്ദു, നമുക്കിന്ന് 2 അതിഥികളാണ് വരാൻ പോകുന്നത് മോർണിംഗ് വൈബ്സിൽ അല്ലേ? ആരൊക്കെയാണ്? ഒന്ന് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. വെറും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞാൽ പോരാ. കാരണം ഇതിനോടകം തന്നെ ഒരുപാട് പേർക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അറിയാവുന്ന ആളാണ്. പക്ഷേ നമ്മൾ ഇത്തരത്തിലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം അതായത് ഇപ്പൊ കൃഷ്ണേന്ദുവിനെ പോലെ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിന് ആവാൻ പറ്റും. അതാണ് പ്രത്യേകത. ഇപ്പൊ എന്നെ പോലെ രൂപമാവണമെങ്കിൽ അതും ആകാൻ പറ്റും. ഇപ്പോൾ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് പൊതുവെ പറയുമ്പോഴത്തേക്കും ഇപ്പൊ ഞാനൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഞാൻ ആരെയായിരിക്കും മേക്കപ്പ് ചെയ്യുന്നത്. പക്ഷെ ഇദ്ദേഹം സ്വന്തമായിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുന്നത്. സ്വന്തം മുഖം ക്യാൻവാസ് ആക്കിക്കൊണ്ട് മറ്റുള്ള വ്യക്തികളെ തൻ്റെ മുഖത്തേക്ക് വരച്ചിടുകയാണ് അക്ഷരാർത്ഥത്തിൽ ഈ കലാകാരി ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം മേക്കപ്പ് ആർട്ടിസ്റ്റ് നിവ്യയെക്കുറിച്ച്. ഇതിനു മുമ്പും ന്യൂസ് 18-ൽ അതിഥിയായി നിവ്യ എത്തിയിട്ടുണ്ട്. നിവ്യയുടെ ഒരു ഞെട്ടിക്കുന്ന ഇപ്പോൾ വൈറലായിട്ടുള്ള ഒരു മേക്ക് ഓവർ വിശേഷത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഒരുപക്ഷെ പ്രേക്ഷകരെ ഒരല്പം വേദനിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ സന്തോഷം നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു മേക്ക് ഓവർ വീഡിയോ ആണ്. നമുക്കത് കണ്ടിട്ട് വരാം. നമ്മളെല്ലാവരും ഒരിക്കൽ കൂടി കാണാൻ ആഗ്രഹിക്കുന്ന മുഖം, അർജുൻ്റെ മുഖം. അതാണ് നിവ്യ ചെയ്ത് ഇപ്പോൾ പ്രേക്ഷകർ ഒരുപാട് ഏറ്റെടുത്തിട്ടുള്ളത്. ഒരുപാട് വൈറൽ മേക്കപ്പുകൾ, മേക്ക് ഓവറുകളൊക്കെ നിവ്യ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊക്കെ നമ്മുടെ ഹൃദയത്തെ, അർജുൻ്റെ മേക്ക് ഓവർ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ ഒരല്പം കൂടി ആഴത്തിൽ നോവ് നൽകുന്നതാണ്, അല്ലെങ്കിൽ സ്വാധീനിക്കുന്നതാണ് എന്നൊക്കെ പറയാം. എന്തായാലും നിവ്യ നമുക്കൊപ്പം ചേരുകയാണ്. മോർണിംഗ് വൈബ്സിൽ UK-യിൽ നിന്നാണ് നിവ്യ നമുക്കൊപ്പം ചേരുന്നത്. നിവ്യ, സ്വാഗതം മോർണിംഗ് വൈബ്സിലേക്ക്. വെരി ഗുഡ് മോർണിംഗ്. നിവ്യ, ആദ്യം തന്നെ ചോദിക്കട്ടെ, സാധാരണ സെലിബ്രിറ്റികളുടെ മേക്കപ്പാണ്, മേക്ക് ഓവറാണ് നിവ്യ ചെയ്യാറുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് അർജുനെ തിരഞ്ഞെടുത്തത്?
പറഞ്ഞ പോലെ തന്നെ ഞാൻ ആദ്യം സെലിബ്രിറ്റീസിൻ്റെയൊക്കെയാണ് ചെയ്തിരുന്നത് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ അതിൽ നിന്ന് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേപോലെ ഫോളോവേഴ്സ് അങ്ങനെ സെലക്ട് ചെയ്തിട്ട് അവരുടെ ചെയ്യാനും ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് നമുക്കിങ്ങനെ റിക്വസ്റ്റുകൾ വന്നു തുടങ്ങിയത്. ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയവരുടെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മേനെ നഷ്ടപ്പെട്ടു, ഇത്രയും വർഷം മുന്നേ അമ്മ മരിച്ചു പോയി, അപ്പോൾ അമ്മേനൊന്ന് ചെയ്യൂ, അതേപോലെ എൻ്റെ അനിയത്തെ ചെയ്യൂ, എൻ്റെ ഹസ്ബൻഡിനെ ചെയ്യൂ, എൻ്റെ മകനെ ചെയ്യൂ, മകളെ ചെയ്യൂ, അങ്ങനെ പറഞ്ഞിട്ട് കുറേ റിക്വസ്റ്റുകൾ എനിക്ക് ഇതേപോലെ മെസ്സേജിലൂടെയും കമൻസിലൂടെയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ മെയിൽസിലാണെങ്കിലൊക്കെ ഫോട്ടോ അയച്ചു തരിക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ ആദ്യം ഞാൻ അവോയ്ഡ് ചെയ്തായിരുന്നു കാരണം ഇത് ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. നമ്മൾ ചെയ്യണത് ഒരു ആർട്ടാണെങ്കിൽ കൂടി ഒരു നഷ്ടപ്പെട്ട ആളിനെ ചെയ്യുക എന്ന് പറയണത് ശരിയാണോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ ആദ്യമൊക്കെ. അപ്പോൾ പിന്നീട് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ സെലിബ്രിറ്റീസിൻ്റെ ആണെങ്കിലും മരിച്ചു പോയവരുടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇത് റിക്വസ്റ്റ് ചെയ്യുന്ന അതുപോലെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് അവരുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഇത് ചെയ്തു കൂടാന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഇതേപോലെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ചെയ്തത്. ഇതുപോലെ ഒരു അമ്മേനെ ആണ് ഞാൻ ആദ്യം ചെയ്തത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, ഇതുപോലെ ഭയങ്കര സന്തോഷം തരുന്നതായിരുന്നു. കാരണം അവർക്ക് ആ മകൾക്ക് അത് അവരുടെ ഒരു റിപ്ലൈ ആണ് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ ചെയ്തൊരു വർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട് അവരുടെ ഒരു ബ്ലെസ്സിങ്ങും അവരുടെ ഒരു സ്നേഹവും നമ്മൾ നേരിട്ട് കാണുകയാണ്. അപ്പോൾ എന്താ പറയുക, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ അത് ചെയ്തപ്പോൾ അത് അത്യാവശ്യം നല്ല റീച്ച് വന്നിട്ടുണ്ടായിരുന്നു. കുറേ പേര് കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് എനിക്ക് ഈ പറയുന്ന പോലെ നിറയെ റിക്വസ്റ്റുകൾ ഇതുപോലെ വന്നു തുടങ്ങിയത്. അപ്പോൾ നമുക്കത് എന്താ പറയുക, വായിച്ച് മുഴുവനാക്കാൻ പറ്റില്ല. അത്രയ്ക്കും കമൻറ്റ് ബോക്സ് ആണെങ്കിലും ഡയറക്റ്റ് മെസ്സേജ് ആണെങ്കിലും മെയിലാണെങ്കിലും ഒക്കെ ഒരുപാട് റിക്വസ്റ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വായിക്കുമ്പോഴൊക്കെ നമുക്കൊരു മനസ്സൊരു വിങ്ങുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നിട്ട് ആരുടെ ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നു. അതൊന്നും നമ്മൾ എൻ്റെ ഫേസിന് മാച്ചായതും അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഇപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ നമ്മുടെ ഫേസിൻ്റെ ഷേപ്പ്, അതൊക്കെ അതിൽ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ആരുടെയാണോ മാച്ച് ആവുക അതിനനുസരിച്ചിട്ട് ഒരാളുടെ പിക്ക് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം അടുത്ത ആളിനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ചെയ്തു. അതും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം പ്രേക്ഷകർ വ്യൂവേഴ്സ് ഇത് ഏറ്റെടുക്കുന്നത് തോന്നുന്നു. അതിൽ നിന്നാണ് പിന്നീട് എനിക്ക് ഇപ്പോൾ അർജുനെ കാണാണ്ടായിട്ടുള്ളൊരു ടൈമിലായിരുന്നു എനിക്ക് ഇങ്ങനെ അർജുനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒത്തിരി മെസ്സേജുകളും ഒത്തിരി കമൻസുകളും വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അർജുനോടുള്ളൊരു ഇഷ്ടമാണ് മലയാളികൾക്ക് അവരുടെ കമൻസ് ആയിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അർജുനെ ചെയ്തത് പിന്നീട്. തീർച്ചയായും ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദിവ്യ, ഏകദേശം എത്ര സമയം എടുത്തു, അതുപോലെ എത്ര എഫേർട്ട് ഇടേണ്ടി വന്നു, പിന്നെ എങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്തിയതെന്ന് കൂടി ഒന്ന് പറയാമോ? അർജുനായിട്ട് മാറാൻ ഈ പറയണ പോലെ ഇപ്പോൾ ഈശ്വരൻ സഹായിച്ച ഇപ്പോൾ കുറച്ച് 2-3 വീഡിയോസ് ഞാനിതേപോലെ നഷ്ടപ്പെട്ടവരുടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ എന്താണെന്നറിയില്ല, അത് എനിക്ക് ചെയ്യാനുള്ളൊരാഗ്രഹമാണോ അതോ അവരുടെ പ്രാർത്ഥനയാണോ, റിക്വസ്റ്റ് ചെയ്ത ആൾക്കാരുടെ പ്രാർത്ഥനയാണോ എന്താണെന്നറിയില്ല. എനിക്ക് ഒരു 1 hour തികച്ചെടുത്തിട്ടില്ല എനിക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫോർമേഷൻ. ബാക്കി സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ചെയ്യുമ്പോൾ ഒരു 3 hours 2 hours ഒക്കെ കഷ്ടപ്പെട്ടിരുന്നിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇത് എന്താ പറയുക, പെട്ടെന്ന് തന്നെ എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ സാറ്റിസ്ഫാക്ഷൻ അതുണ്ടല്ലോ, അത് ചെയ്ത് കഴിയുമ്പോൾ അതും വളരെ കൂടുതലാണ്. എന്താ പറയുക, അത് കാണുമ്പോഴും അത് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ അത് കാണുമ്പോഴുള്ളൊരു എന്താ പറയുക, ഒരു മാനസികാവസ്ഥ അതൊക്കെ വേറൊരു ലെവലാണ്. അപ്പോൾ ഒരു 1 hour അത്ര തന്നെയാണ് എനിക്ക് എടുക്കാറുള്ളൂ.
എടുത്തിട്ടുള്ളൂ. അർജുൻ്റെ ചെയ്യുമ്പോഴും അതേപോലെ ഒരു 1 hour എടുത്തിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും കാരണം അതിൽ അത്രത്തോളം എക്സ്പേർട്ടാണ് നിവ്യ എന്നുള്ളതാണ്. കാരണം എത്രത്തോളം ആളുകളെ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ നിരന്തരം കാണാറുണ്ട്. പക്ഷെ അർജുൻ്റെ ചെയ്യുമ്പോൾ നേരത്തെ നിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെയൊക്കെ ആളുകൾക്ക് കുറച്ചധികം വികാരം ആ ഒരു അർജുൻ്റെ മേക്ക് ഓവറിൽ വരും എന്നുള്ളതാണ്. കുറച്ച് ടച്ചിങ് ആയിട്ട് ഇപ്പൊ നിവ്യ മെൻഷൻ ചെയ്തിരുന്നു, അതായത് ഒരാൾ അമ്മയെ ചെയ്തു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവരുടെ ആ ഒരു ബ്ലെസ്സിങ് മകളെ ചെയ്യുക, മക്കള് അങ്ങനെ നമ്മൾക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ ചെയ്തു കൊടുക്കാന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു ബ്ലെസ്സിങ് സീക്ക് ചെയ്യുന്ന അങ്ങനെ ഒരു കാര്യം കൂടിയാണ്. തീർച്ചയായും. എന്തായാലും നിവ്യ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു ആളുകളുടെ പ്രതികരണം ഈ വിഷയത്തിൽ എങ്ങനെയാണ് അർജുൻ്റെ മേക്ക് ഓവറിൽ വന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കമന്റ്സ് ഒക്കെ നമ്മളൊക്കെ കണ്ടതുമാണ്. എന്നാൽ കൂടി ഒന്ന് പ്രേക്ഷകർക്കായിട്ടൊന്ന് പറയാമോ? ഇപ്പോൾ അർജുൻ്റെ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല റെസ്പോൺസ് ആയിരുന്നു. ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സാധാരണ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും നന്നായിട്ടുണ്ട്, അല്ലാച്ചെങ്കിൽ നന്നായിട്ടില്ല, അല്ലെങ്കിൽ സിമിലാരിറ്റി വന്നിട്ടില്ല, അല്ലെങ്കിൽ വന്നിട്ടുണ്ട്, അങ്ങനെ അഭിപ്രായങ്ങളാണ് പറയാറ്. ഇപ്പോൾ അർജുൻ്റെ ആണെങ്കിലും ഇപ്പോൾ ഞാൻ കുറച്ച് ഇതേപോലെ നഷ്ടപ്പെട്ടു പോയവരുടെയൊക്കെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ കൂടുതലായിട്ടും അവർ അതേപോലെ ഉണ്ട് എന്ന് പറയുന്നേക്കാളും ഒരുപാട് നന്ദി എന്ന് പറയാറ്. ഇപ്പോൾ ചെയ്തുല്ലോ, ഇത് ആ ഒരു റിക്വസ്റ്റ് അത് ആക്സെപ്റ്റ് ചെയ്ത് അത് ചെയ്തുല്ലോ എന്നുള്ളൊരു നന്ദിയാണ് എൻ്റെ അടുത്ത് പറയണത് കാണാറുള്ളത് ഞാൻ എൻ്റെ കമൻറ്റിൽ. തന്നെയല്ല എന്താ പറയുക നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ, അങ്ങനെ നല്ല നല്ല ബ്ലെസ്സിങ്സുകൾ നമുക്ക് കാണാം. കുറേ അമ്മമാരുടെയും കുറേ ചേട്ടന്മാരുടെയും അതേപോലെ അച്ഛന്മാരുടെയും ഒക്കെ കുറേ ബ്ലെസ്സിങ്സ് നമുക്കതിൽ കാണാൻ പറ്റും. എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടുകാർക്കും ഉള്ള ബ്ലെസ്സിങ്സ് അതിൽ നിറയെ കാണാം. അപ്പോൾ ഒത്തിരി സന്തോഷം. ആസ് ആൻ ആർട്ടിസ്റ്റ് എന്താ പറയുക, മനസ്സ് നിറയ്ക്കുന്നതാണ് ഈ കമൻസുകൾ നമുക്ക് വായിക്കുമ്പോൾ. തീർച്ചയായിട്ടും. നമുക്കറിയാം കൂടുതലും നിവ്യ ചെയ്തുകൊണ്ടിരുന്നത് സെലിബ്രിറ്റികളുടെയാണ്. അതെ അതെ. അപ്പൊ നിവ്യ ഈ ഒരു സെലിബ്രിറ്റികളുടെ മേക്ക് ഓവർ ചെയ്യുന്നതിനേക്കാളും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംതൃപ്തി ആയിരിക്കണമല്ലോ അർജുനെ തിരഞ്ഞെടുത്തതിലും അത് അനുകരിച്ചപ്പോൾ അതിൽ ലഭിച്ചത്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കമൻസുകളും കാര്യങ്ങളും റെസ്പോൺസൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒത്തിരി പേര് ഷെയർ ചെയ്യുക, അതേപോലെ ഒത്തിരി പേര് വന്ന് കമൻസ് അതേപോലെ മെസ്സേജുകൾ അയയ്ക്കുക, അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്തതിന് ഒരുപാട് നന്ദി എന്നുള്ള പോലെയാണ് കമൻസുകളും മെസ്സേജുകളും ഉണ്ടായിരുന്നത്. ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. അർജുൻ തിരിച്ചു വന്ന പോലെ ഉണ്ടായിരുന്നു. അങ്ങനത്തെയൊക്കെ എന്താ പറയുക കമൻസുകളായിരുന്നു. തന്നെയല്ല ഈ ഒരു രൂപത്തിൽ അവരുടെ വീട്ടിലേക്ക് പോവുക, അച്ഛനെയും അമ്മേനെയും ഒക്കെ കാണിക്കുമോ, അർജുൻ്റെ അമ്മേനെ കാണിക്കുമോ, അതേപോലെ വൈഫിൻ്റെ അടുത്തേക്ക് പോവോ, മോൻ്റെ അടുത്തേക്ക് ഒന്ന് പോവോ, അങ്ങനത്തെയൊക്കെ എന്താ പറയുക മെസ്സേജുകളായിരുന്നു കൂടുതലും. എന്താ പറയുക, ഒരു വിങ്ങലോട് കൂടിയിട്ടാണ് നമ്മൾ ഈ കമൻസുകളും അതേപോലെ എല്ലാവരുടെയും ഒരു പ്രതികരണം കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അർജുന അത്രയ്ക്കും ഇഷ്ടമാണ് എല്ലാവർക്കും, നമ്മുടെ മലയാളികൾക്ക്. അതിൻ്റെ ഒരു റിയാക്ഷനാണ് എൻ്റെ വീഡിയോയിൽ കാണാനുള്ളത്. അത് ഇത്രയധികം റീച്ച് ആയതും ആൾക്കാരിലേക്ക് എത്തിയതും കൂടുതൽ ആൾക്കാരത് ഇഷ്ടപ്പെട്ടതും തന്നെ അതൊരു സാധാരണ ആളല്ല, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളായത് കൊണ്ടാണ് കൂടുതലും എൻ്റെ ആർട്ടിനേക്കാൾ ഉപരി. എന്തായാലും അർജുന ചെയ്തത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. പക്ഷേ മറ്റൊരുപാട് സെലിബ്രിറ്റികളെ ഉൾപ്പെടെ നിവ്യ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഗംഭീരമെന്ന് സ്വയം നിവ്യയ്ക്ക് തോന്നിയത് ഏതാണ്? ഏറ്റവും കൂടുതൽ അടുപ്പം തോന്നിയത് നമ്മൾ മേക്കപ്പ് ചെയ്തതിന് ശേഷം മാനസികമായിട്ട് നമുക്കൊരടുപ്പം തോന്നിയതാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയാണെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ നജീബ് ആടുജീവിതം കഴിഞ്ഞതിന് ശേഷം ഞാൻ നജീബിക്കനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെയ്തപ്പോൾ ഇതേപോലെ എന്താ പറയുക, ആളോടുള്ളൊരു ഇഷ്ടം കൊണ്ടും അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര നമ്മുടെ മനസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞാലും തന്നെയല്ല അതിൽ ഇതുവരെ ചെയ്തതിനേക്കാളും ഒരു പെർഫെക്ഷൻ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, അത് കണ്ടവർക്കും ഒക്കെ അവരുടെ അഭിപ്രായത്തിൽ നന്നായിട്ട് നല്ലൊരു ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇപ്പോൾ നമ്മുടെ അർജുൻ്റെ ചെയ്തപ്പോഴും ഒക്കെ എന്താ പറയുക, അത് ഒരു വൈകാരികമായിട്ട് ഒരു അടുപ്പം
അതിനോട് തോന്നിയ പോലെ എനിക്ക് തോന്നി. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഔട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഫേസ് തന്നെ കാണുമ്പോൾ എനിക്കൊരു സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളിതൊന്നും ഉള്ളിലേക്ക് എടുക്കാൻ പാടില്ലല്ലോ. ഒരു ആർട്ട് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഇത് മനസ്സിലേക്ക് എടുക്കാതെ ഇതൊരു കലയാണ് ഇത് വിചാരിച്ച് ചെയ്യുക. അങ്ങനെ അത് മുഴുവനാക്കി. തീർച്ചയായും നിവ്യയ്ക്ക് എത്രത്തോളം ഇമോഷണൽ ആയിട്ടുള്ളൊരു എന്താണ് Make over ആണ്, അതെ അതെ. ഇനി നിവ്യ അതുപോലെ ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആരെയാണ്? ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. എൻ്റെ ഫേസിനും ഒക്കെ മാച്ചായിട്ടും വരണമല്ലോ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ നമുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ആളുടെ എന്തായാലും ചെയ്യണം, അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും എനിക്ക് വെക്കാൻ പറ്റുന്നില്ല. അത് ഈ ഒരു ആർട്ടിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ലിമിറ്റേഷൻ കൊണ്ടാണത്. ഇപ്പോൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ സാധിക്കാറില്ല. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, ഇന്ന ആളുടെ എനിക്ക് നെക്സ്റ്റ് ചെയ്യണം അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഇപ്പം അങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. എന്നാലും എന്താ പറയുക, ഇപ്പോൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ടോവിനോ തോമസിൻ്റെ ചെയ്യണം, അതേപോലെ മാധവിക്കുട്ടി മാമിൻ്റെ ചെയ്യണം, അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ ഒത്തിരി പേര് റിക്വസ്റ്റും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ ഈ പറയണ പോലെ എൻ്റെ ഒരു പ്രയോറിറ്റിയേക്കാളും വ്യൂവേഴ്സിൻ്റെ ഒരു റിക്വസ്റ്റൊക്കെ അനുസരിച്ച് അവർ പറയുന്നത് പോലെ എന്നുള്ള പോലെയാണ് അവരെന്നാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് ആൾക്കാരനെ. അവർക്ക് കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് ആരെയാണ്, അപ്പോൾ അങ്ങനെ അവരെന്നാണ് ഞാനത് സെലക്ട് ചെയ്യാറ്. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാനിപ്പോൾ ഇന്നിടാൻ പോകുന്നൊരു വീഡിയോ ഉണ്ട്, അപ്ലോഡ് ചെയ്യാൻ പോകുന്നതൊരു വീഡിയോ ഉണ്ട്. അത് ARMൽ മാണിക്യം എന്നുള്ള ക്യാരക്ടർ സുരഭി ലക്ഷ്മി മാമിൻ്റെ ആണ്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത് അപ്ലോഡ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും ദിവ്യ ഞങ്ങളെ ഇനിയും ഇതുപോലെയുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ മേക്ക് ഓവർ ചെയ്തുകൊണ്ട് ഞങ്ങളെ വിസ്മയിപ്പിക്കുക, അത് തുടരുക. എന്തായാലും എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നേരുകയാണ്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല മേക്ക് ഓവേഴ്സ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് കാണാം എന്നും കൂടി പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ദിവ്യ. ഓൾ ദി ബെസ്റ്റ് നിവ്യ. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് ഹിയർ. ഒരുപാട് സന്തോഷം വിളിച്ചതിന്. അതേപോലെ തന്നെ ഈ ഒരു ആർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിലുമൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. റെസ്പോൺസൊക്കെ അറിയുമ്പോൾ ഒരുപാട് മനസ്സ് നിറഞ്ഞൊരു സന്തോഷമുണ്ട്. എന്തായാലും താങ്ക് യു. ഈ സപ്പോർട്ടിന് ഒക്കെ ഒരുപാട് നന്ദി. തുടർന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ശരി, തീർച്ചയായും ദിവ്യ എന്തായാലും അടുത്തറിയാൻ കഴിഞ്ഞതിൽ പ്രേക്ഷകർക്കും ഒരുപാട് സന്തോഷമായി കാണും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഞങ്ങൾക്കും. എന്തായാലും കൂടുതൽ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള കൂടി. വീണ്ടും മോർണിംഗ് വെബ്സിലേക്ക് സ്വാഗതം. നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. ലൈംഗിക പീഡന കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ജസ്റ്റിസുമാരായ ബേല M ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് സിദ്ദിഖിന്റെ അഭിഭാഷക രഞ്ജിത റോത്തഗി സുപ്രീം കോടതിക്ക് രജിസ്ട്രിക്ക് കത്ത് നൽകിയിരുന്നു. അതേസമയം കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് SP മെറിൻ ജോസഫ് ഡൽഹിയിലെത്തി സർക്കാർ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തും. സിദ്ദിഖിന്റെ ജാമ്യ ഹർജിക്കെതിരെ സംസ്ഥാന സർക്കാരും അതിജീവിതയും തടസ്സ ഹർജി നൽകിയിട്ടുണ്ട്. ഡാനി പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടാത്തതിന് പിന്നാലെ കാണാമറയത്തായതാണ് സിദ്ദിഖിനെ. പിന്നീട് ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല. എന്തായാലും ഈ സുപ്രീം കോടതിയിൽ നിന്നുള്ള വിധി വന്നതിന് ശേഷം ഇനി തെരഞ്ഞാൽ മതിയോ എന്നുള്ള തീരുമാനത്തിലായിരുന്നു അന്വേഷണ സംഘം എന്നുപോലും സംശയിച്ചു പോകുന്ന സാഹചര്യമായിരുന്നു. എന്തായാലും സിദ്ദിഖ് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്താണ് സിദ്ദിഖിന്റെ ഹർജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം? അതോടൊപ്പം തന്നെ സർക്കാരും അതിജീവിതയും സമർപ്പിച്ചിട്ടുള്ള തടസ്സ ഹർജിയിലെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും. എന്തായാലും വളരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയേറെ ചർച്ച ചെയ്ത ഒരു കേസാണ് സിദ്ദിഖിൻ്റെ ഈ മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ വരുന്നു, പിന്നീട് അത് തള്ളുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിൽ സിദ്ദിഖിന് വേണ്ടിയുള്ള വളരെ ഊർജിതമായ അന്വേഷണമെന്ന്
അന്വേഷണ സംഘം മാത്രം പറയുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഒരു തെരച്ചിൽ എങ്ങനെയെന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. എന്തായാലും സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ പോകാനും അവിടെ ഹർജി ഫയൽ ചെയ്യാനും എല്ലാം സമയം കിട്ടി, സാവകാശം കിട്ടി എന്നതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. അതോടൊപ്പം തന്നെയും സുപ്രീം കോടതിയിൽ ഹർജിയുടെ തീരുമാനം ഇനി വന്നതിന് ശേഷം മാത്രം മതി സിദ്ദിഖിനെ തേടൽ എന്ന രീതിയിലേക്ക് അന്വേഷണ സംഘവും മാറിയിരുന്നു. തെരച്ചിൽ നടത്തിയിരുന്ന തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നുള്ള അന്വേഷണ സംഘം കൊച്ചിയിലെത്തിയിരുന്നു. അവർ തിരിച്ചു പോവുകയും ചെയ്തതായാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇനി സുപ്രീം കോടതിയിൽ നാളെ കേസ് പരിഗണിക്കും. കേസ് 62ാമത്തെ കേസായിട്ടാണ് ഇവരുടെ ബെഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മുതിർന്ന അഭിഭാഷക മുകുൾ റത്തോഗിയാണ് സിദ്ദിഖിന് വേണ്ടി കേസ് സുപ്രീം കോടതിയിൽ അത് നോക്കുന്നത്. അദ്ദേഹം നൽകിയ കത്ത് തിങ്കളാഴ്ച തന്നെ അടിയന്തരമായിട്ട് തന്നെ പരിഗണിക്കണമെന്ന രജിസ്ട്രിക്ക് നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കേസിൽ വളരെ വലിയ രീതിയിലുള്ളൊരു വിമർശനം ഇവിടെ അന്വേഷണ സംഘത്തിനും ഒപ്പം സർക്കാരും എല്ലാം തന്നെ കേൾക്കേണ്ടി വന്നിരുന്നു. കാരണം ഈ മുൻകൂർ ജാമ്യം തള്ളിയപ്പോൾ പോലും അതിൻ്റെ ഒരു കേസിൻ്റെ നിലവിലത്തെ സ്ഥിതി മനസ്സിലാക്കാതെ സിദ്ദിഖിന് മേലെ ഒരു നിരീക്ഷണവും ഏർപ്പെടുത്താതെ സിദ്ദിഖിന് ഒളിവിലേക്ക് പോകാനും മറ്റും സാഹചര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നുവെന്ന വലിയ ആക്ഷേപം, ഗുരുതരമായ ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അന്വേഷണ സംഘം സിദ്ദിഖിനൊപ്പം പ്രവർത്തിക്കുന്നുവെന്ന് അതിജീവിത തന്നെ പറയുകയും ചെയ്തൊരു സാഹചര്യമെല്ലാം ഉണ്ട്. എന്തായാലും അതിജീവിതയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകിയിട്ടുണ്ട്. തങ്ങളുടെ വാദം കൂടി കേൾക്കണം ഇക്കാര്യത്തിൽ. അതുകൂടി കേട്ടതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സിദ്ദിഖിൻ്റെ പ്രധാനപ്പെട്ട വാദങ്ങൾ ഇത് കേസ് പഴയ ഒരു ആരോപണം മാത്രമാണ്. ഈ ആരോപണത്തിൽ ആദ്യഘട്ടത്തിൽ ഇല്ലാതിരുന്ന ബലാത്സംഗ പരാതി അത് രണ്ടാമത്തെ ആക്ഷേപവുമായി വന്നിരിക്കുന്നു. ഇത് മനഃപൂർവ്വമാണ് തന്നെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ളതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിനെല്ലാം തന്നെ ഹൈക്കോടതിയിൽ നിന്ന് നിശിതമായ വിമർശനമാണ് സിദ്ദിഖിന് കേൾക്കേണ്ടി വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സാങ്കത്യം മുഴുവനായും തന്നെയും സർക്കാർ അഭിഭാഷകർ ഇതിൽ അവിടെ വ്യക്തമാക്കുകയും ചെയ്യും. സർക്കാരിന് വേണ്ടി മുൻ സോളിസിറ്റർ ജനറൽ ആയിരുന്ന രഞ്ജിത് കുമാറായിരിക്കും ഇത് കേസിൽ അപ്പിയർ ചെയ്യുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് അഭിഭാഷകരെയും പരിഗണിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഇതിൽ കൃത്യമായ ഒരു നിലപാട് സർക്കാർ ഇതിൽ വിശദീകരിക്കും. സിദ്ദിഖിന് യാതൊരു കാരണവശാലും ജാമ്യം നൽകരുത് എന്ന രീതിയിൽ തന്നെയായിരിക്കും സർക്കാർ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുക. സിദ്ദിഖിൻ്റെ വാദങ്ങൾ പഴയത് തന്നെയാണ്. ഇവിടെ നടത്തിയിരിക്കുന്ന പരാമർശങ്ങളെല്ലാം തന്നെയും കൃത്യമായ കാര്യങ്ങൾ ഗണിക്കാതെയാണ്. അതുകൂടി പരിഗണിക്കണം. ഇത് പഴയ വാദമുഖങ്ങളാണ്. താൻ താരസംഘടനകൾക്കിടയിലെ വാദങ്ങളുടെ ഇരയാണ് താനെന്നാണ് സിദ്ദിഖിൻ്റെ വാദം. എന്തായാലും നാളെ സുപ്രീം കോടതി സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യം പരിഗണിക്കും. വിധി തിരിച്ചാവുകയാണെങ്കിൽ അന്വേഷണ സംഘത്തിന് മുമ്പിൽ കീഴടങ്ങാതെ സിദ്ദിഖിന് മറ്റു വഴികളില്ല. തീർച്ചയായും ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യം ലഭിച്ച വി സെന്തിൽ ബാലാജി മന്ത്രിസഭയിലേക്ക് തിരികെ എത്തും. ഇന്ന് വൈകിട്ട് രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞ. ഡോക്ടർ ഗോവി ചെഴിയാൻ, ആർ രാജേന്ദ്രൻ, SM നാസർ എന്നിവരും മന്ത്രിസഭയിലേക്ക് എത്തും. വി ആർ കാർത്തിക്കാണ് വിവരങ്ങളുമായി ചേരുന്നത്. കാർത്തിക്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും സ്റ്റാലിന്റെ അച്ഛന്റെ പാതയിൽ തന്നെ മകനും വഴിയൊരുങ്ങുകയാണ്. മുഖം മിനുക്കുമ്പോൾ മന്ത്രിസഭ എങ്ങനെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങളെല്ലാം വരുന്നത്? വിശദാംശങ്ങൾ. ആര്യ, തമിഴക രാഷ്ട്രീയത്തിൽ ഒരു തലമുറ മാറ്റം അരക്കിട്ടുറപ്പിക്കുന്ന ദിനം കൂടിയാണ് ഇന്ന്. തമിഴകത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായി ഇന്ന് ഉദയനിധി സ്റ്റാലിൻ അധികാരമേൽക്കും. വൈകിട്ട് 3:30 സത്യപ്രതിജ്ഞ. നിലവിൽ ഉള്ള 3 മന്ത്രിമാരെ ഒഴിവാക്കി 4 മന്ത്രിമാരെ പുതിയതായി മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുന്നു എന്ന പ്രത്യേകതയുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയം വി സെന്തിൽ ബാലാജിയെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുന്നു എന്നതാണ്. കഴിഞ്ഞ വർഷം ജൂണിലാണ് സെന്തിൽ ബാലാജിയെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ED അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ഏറെക്കാലം അദ്ദേഹം ജയിലിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാനായത്. സുപ്രീം കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകിയതിന് പിന്നാലെ അദ്ദേഹത്തെ വീണ്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകി. അത് അംഗീകരിക്കുകയായിരുന്നു. എന്തായാലും തമിഴക രാഷ്ട്രീയത്തിൽ MK സ്റ്റാലിൻ്റെ പിൻഗാമി ആര് എന്ന ചോദ്യത്തിന് വളരെ നേരത്തെ തന്നെ ഉത്തരമായിരുന്നു. 2021 ചെന്നൈയിലെ ചെപ്പോക്ക് മണ്ഡലത്തിൽ നിന്ന് ഉദയനിധി സ്റ്റാലിൻ ജയിച്ചപ്പോൾ തന്നെ MK സ്റ്റാലിൻ്റെ പിൻഗാമി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായിരുന്നു. പക്ഷേ അപ്പോഴും ഏറെക്കാലമായി പല കോണുകളിൽ നിന്നും ആവശ്യം ഉയർന്നിരുന്നു. ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയായി ഉയർത്തണം എന്ന ആവശ്യം ഉയർന്നിരുന്നു. 10 വർഷങ്ങൾക്ക് ശേഷമാണ് അത്തരത്തിൽ ഒരു വലിയൊരു പദവിയിലേക്ക് ഉദയനിധി സ്റ്റാലിൻ എത്തുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം. കലൈഞ്ചർ കരുണാനിധിയുടെ 6 ചെറുമക്കളിൽ ആരാണ് ഈ
ഇളമുറക്കാരൻ DMK-യുടെ എന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു അത് ഉദയനിധി സ്റ്റാലിൻ തന്നെയാണ്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി പുതിയ ചുമതലകൾ കൂടി ഉദയനിധി സ്റ്റാലിനെ തേടി വരികയാണ്. നിലവിൽ കായിക വകുപ്പും അതോടൊപ്പം തന്നെ യുവജനക്ഷേമ വകുപ്പുമാണ് ഉദയനിധി സ്റ്റാലിൻ കൈകാര്യം ചെയ്യുന്നത്. അതിൽ നിന്ന് ഒരു പടി കൂടി ഉയർന്ന ഒരു സ്ഥാനക്കയറ്റം ഉദയനിധി സ്റ്റാലിന് ലഭിച്ചിരിക്കുന്നു. വൈകിട്ട് 3:30 തമിഴ്നാട് രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞ. എന്തായാലും MK സ്റ്റാലിൻ 56-ാം വയസ്സിലാണ് തമിഴ്നാടിൻ്റെ ഉപമുഖ്യമന്ത്രിയാകുന്നത്. ഉദയനിധി സ്റ്റാലിന് അത്രയേറെ കാത്തിരിക്കേണ്ടി വന്നില്ല. 46-ാം വയസ്സിൽ തമിഴകത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയാവുകയാണ് ഉദയനിധി സ്റ്റാലിൻ. ആര്യ, തീർച്ചയായും VR കാർത്തിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. 301 സമീപം ചക്കക്കൊമ്പൻ ഷെഡ് തകർത്തു. ഐസക് വർഗീസിന്റെ ഷെഡാണ് ഇന്നലെ രാത്രിയിൽ ചക്കക്കൊമ്പൻ തകർത്തത്. സമീപവാസികൾ ചേർന്ന് പടക്കം പൊട്ടിച്ച് ആനയെ തുരത്തി. ഇന്നലെ ആനയിറങ്കലിലെ റേഷൻ കടയും ചക്കക്കൊമ്പൻ തകർത്തിരുന്നു. നാട്ടുകാർ ആനയെ തുരത്തിയതിനു ശേഷമാണ് വനം വകുപ്പ് അധികൃതർ എത്തിയത്. പ്രിൻസ് ജെയിംസ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രിൻസ്, വീണ്ടും ചക്കക്കൊമ്പന്റെ ആക്രമണം, വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും 2 ദിവസങ്ങളായി ചിന്നക്കനാലും ശതൻപാറയിലെ വിവിധ പ്രദേശങ്ങളായി ചക്കക്കൊമ്പൻ ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പുലർച്ചെ ആയിരങ്കലിലെ റേഷൻ കട തകർത്തിരുന്നു. അരിക്കൊമ്പൻ 4 തവണ ആക്രമിച്ച റേഷൻ കടയാണ് കഴിഞ്ഞ ദിവസം ചക്കക്കൊമ്പൻ ആക്രമിച്ചത്. ഈ സമയത്ത് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ഈ ആക്രമണം നടന്നത്. ആ സമയത്ത് റേഷൻ കടയിലെ ജീവനക്കാരിയും 1.5 വയസ്സുള്ള കുട്ടിയും കടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു. പിന്നീട് നാട്ടുകാരും വനംവകുപ്പും എത്തി ആനയെ ഓടിച്ച ശേഷമാണ് ഇവരെ പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ പുലർച്ചെ 301 ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രദേശത്ത് ചക്കക്കൊമ്പൻ ഇറങ്ങുകയും ഷെഡ് തകർക്കുകയും ചെയ്തു. പിന്നീട് നാട്ടുകാരാണ് ഇവിടുന്ന് ആനയെ തുരത്തിയത്. എന്തായാലും ദിവസങ്ങളായി ഇപ്പോൾ സ്ഥിരമായി ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലാ ദിവസവും തന്നെ മേഖലയിലേക്ക് എത്തുന്നു. മുൻപ് അരിക്കൊമ്പൻ ഇറങ്ങിയിരുന്ന മേഖലകളിലൂടെ എല്ലാം ചക്കക്കൊമ്പൻ പതിവായി എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വലിയ ആശങ്കയിലാണ് ജനങ്ങൾ, ചിന്നക്കനാൽ നിവാസികൾ എന്നതാണ് ഇപ്പോൾ സാഹചര്യം. ആര്യ, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ചക്കക്കൊമ്പൻ വീണ്ടും അക്രമകാരിയായി അവിടെ സാധാരണക്കാരുടെ ഷെഡും വീടും ഒക്കെ തകർക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. വനംവകുപ്പ് കൃത്യമായി ഇടപെടുന്നില്ല എന്നുള്ള ആക്ഷേപവും പരാതിയും ഒക്കെ നിലനിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇനി നമ്മൾ പോകുന്നത് കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പന്റെ മൃതദേഹം വിലാപയാത്രയായി തലശ്ശേരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, സമരനായകന് അന്ത്യയാത്ര നൽകുകയാണ്, അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ് പുഷ്പന്റെ പ്രിയപ്പെട്ട സഖാക്കൾ. വിലാപയാത്ര ഇപ്പോൾ ആരംഭിക്കുകയാണ്. തലശ്ശേരി ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോവുകയാണല്ലേ? സമയത്തിനകം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഡിവൈഎഫ്ഐയുടെ ആസ്ഥാനമായ യൂത്ത് ഒരു യാത്രയപ്പാണ് കോഴിക്കോട്ടെ പുഷ്പന് നൽകുന്നത്. ഇന്നലെ രാത്രി
യൂത്ത് സെന്ററിലായിരുന്നു മൃതശരീരം സൂക്ഷിച്ചത്. വിലാപയാത്രയിൽ തലശ്ശേരിയിലേക്ക് കണ്ണൂർ CPM ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന റിയാസ് എന്നിവർ ചേർന്നാണ് ഭൗതിക ശരീരം ആംബുലൻസിലേക്ക് മുദ്രാവാക്യ വിളികളാൽ മുഖരിതമായ അല്പസമയത്തിനകം മൃതശരീരം അദ്ദേഹത്തിന്റെ സ്വദേശമായ ചുക്ലിയിലേക്ക് കൊണ്ടുപോയി. സഖാവ് പുഷ്പന അന്ത്യയാത്ര നൽകുകയാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഖാക്കൾ. വിലാപയാത്ര തലശ്ശേരിയിലേക്ക് വിലാപയാത്രയായ അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുപോവുകയാണ്. അല്പസമയത്തിനകം തലശ്ശേരി ടൗൺ ഹാളിലേക്ക് എത്തും. അവിടെയാണ് പൊതുദർശനം. സംസ്കാരം അദ്ദേഹത്തിന്റെ ചുക്ലിയിലെ വീട്ടുവളപ്പിൽ ഇന്ന് വൈകുന്നേരം 5:30 നടക്കും. MS അനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മൾ അതിവേഗം മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാൻ പോവുകയാണ്. ഫാസ്റ്റ് ന്യൂസ് സെഗ്മെന്റിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് അല്ലേ? നമുക്കൊപ്പം അനുശ്രീയാണ് ചേരുന്നത്. അനുശ്രീ, വെരി ഗുഡ് മോർണിംഗ്. ഫാസ്റ്റ് ന്യൂസ് റെഡി അല്ലേ? റെഡിയാണ്. അപ്പൊ തുടങ്ങിക്കോ. ഓ ആയിക്കോട്ടെ. രാഷ്ട്രീയ നിലപാടും തുടർ നടപടികളും പ്രഖ്യാപിക്കാൻ PV അൻവറിന്റെ പൊതുസമ്മേളനം ഇന്ന് നിലമ്പൂരിൽ. വൈകുന്നേരം 6:30 ചന്തക്കുന്നിലാണ് പൊതുയോഗം. CPM-യുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷം അൻവർ വിളിച്ചു ചേർക്കുന്ന ആദ്യ പൊതുസമ്മേളനം. CPM-ന്റെ ഫ്ലക്സ് ബോർഡുകൾക്ക് മറുപടിയായി PV അൻവറിനെ പിന്തുണച്ചുള്ള ഫ്ലക്സ് ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. PV അൻവർ വിപ്ലവ സൂര്യൻ എന്നാണ് ഫ്ലക്സ് ബോർഡിലെ വാചകം. ടൗൺ ബോയ്സ് ആർമിയുടെ പേരിലാണ് ഫ്ലക്സ്. കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പന്റെ സംസ്കാരം ഇന്ന് നടക്കും. മൃതദേഹം വിലാപയാത്രയായി തലശ്ശേരിയിലേക്ക് കൊണ്ടുപോകും. തലശ്ശേരി ടൗൺ ഹാളിലാണ് പൊതുദർശനം. വൈകിട്ട് ചൊക്ലിയിലെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിക്കും. ലൈംഗിക പീഡന കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി നാളെ പരിഗണിക്കും. സർക്കാർ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്താനൊരുങ്ങി കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് SP മെറിൻ ജോസഫ്. മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ തടസ്സ ഹർജിയുമായി സംസ്ഥാന സർക്കാരും അതിജീവിതയും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. ഇടുക്കി ചിന്നക്കലാനിൽ വീണ്ടും കാട്ടാന ആക്രമണം. 301 സമീപം ചക്കക്കൊമ്പൻ ഷെഡ് തകർത്തു. ഐസക് വർഗീസിന്റെ ഷെഡാണ് ഇന്നലെ രാത്രി ചക്കക്കൊമ്പൻ തകർത്തത്. സമീപവാസികൾ ചേർന്ന് പടക്കം പൊട്ടിച്ച് ആനയെ തുരത്തി. താമരശ്ശേരി വയനാട് ചുരത്തിൽ വാഹനാപകടം. മരം കയറ്റി വന്ന ലോറി മറിഞ്ഞാണ് അപകടം. അപകടത്തെ തുടർന്ന് 4 മണിക്കൂറിലേറെ ഗതാഗതം തടസ്സപ്പെട്ടു. ഗതാഗതം പുനഃസ്ഥാപിച്ചത് ക്രെയിനും JCB-യും ഉപയോഗിച്ച്. ലോറി നിർത്തിയതിനു ശേഷം നെഹ്റു ട്രോഫി ജലമേളയിലെ തർക്കത്തിൽ വിയ്യപുരം ചുണ്ടനിലെ തുഴച്ചിൽക്കാരടക്കം 100 പേർക്കെതിരെ കേസ്. നെഹ്റു പവലിയനിൽ ഉപരോധിച്ചതിനും ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചതിനുമാണ് കേസ്. മത്സരത്തിൽ 2ാം സ്ഥാനത്താണ് വിയ്യപുരം എത്തിയത്. അക്രമാസക്തരായവർ നെഹ്റു പവലിയനിലെ കസേരകൾ അടക്കം തകർത്തു. ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യം ലഭിച്ച സെന്തിൽ ബാലാജി മന്ത്രിസഭയിലേക്ക് തിരികെ എത്തും. ഇന്ന് വൈകിട്ട് രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞ. ഡോക്ടർ ചേഴിയാൻ, R രാജേന്ദ്രൻ, SM നാസർ എന്നിവരും മന്ത്രിസഭയിലേക്ക്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന് വിവാഹിതയായ സ്ത്രീക്ക് പരാതിപ്പെടാനാകില്ലെന്ന് ബോംബെ ഹൈക്കോടതി. ബലാത്സംഗ കേസിൽ പൂനെ പോലീസ് അറസ്റ്റ് ചെയ്ത വിശാൽനാഥ് ഷിൻഡയ്ക്ക് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നതിനിടെയാണ് പരാമർശം. പരാതിക്കാരി വിവാഹിതയായതിനാൽ വിവാഹ വാഗ്ദാനം നൽകിയെന്നത് നിലനിൽക്കില്ലെന്ന് നിരീക്ഷണം. പൂനെ പോർഷ് കാർ അപകടത്തിലെ പ്രതിക്ക് കോളേജ് അഡ്മിഷൻ ലഭിക്കുന്നില്ലെന്ന് അഭിഭാഷകൻ. ഡൽഹിയിലെ ഒരു പ്രധാന കോളേജിൽ 17-കാരനായ പ്രതി BBA കോഴ്സിന് അപേക്ഷിച്ചിരുന്നു. എന്നാൽ അറസ്റ്റിലായതിനു പിന്നാലെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന നിലപാടിൽ കോളേജ്. ക്ഷേത്ര മാനേജ്മെന്റിൽ PG ഡിപ്ലോമ കോഴ്സുമായി മുംബൈ യൂണിവേഴ്സിറ്റി. ആദ്യഘട്ടത്തിൽ കോഴ്സ് തുടങ്ങുന്നത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും വെല്ലിംഗർ ഇൻസ്റ്റിറ്റ്യൂട്ടിലും. വൈകാതെ പൂനെയിലെ സാവിത്രിഭായ് ഫൂലെ യൂണിവേഴ്സിറ്റിയിലും കോഴ്സ് തുടങ്ങുമെന്ന് അധികൃതർ. ഒരു ബാച്ചിൽ പ്രവേശനം നൽകുന്നത് 30 പേർക്ക്.
ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ വിശദമായ പ്രകടന പത്രിക പുറത്ത്. കർഷക ക്ഷേമ കമ്മീഷൻ സ്ഥാപിക്കുമെന്നും ന്യൂനപക്ഷ കമ്മീഷൻ പുനഃസംഘടിപ്പിക്കുമെന്നും പ്രധാന വാഗ്ദാനങ്ങൾ. അതിർത്തിയിൽ ജീവൻ നഷ്ടപ്പെട്ട സൈനികരുടെ കുടുംബങ്ങൾക്ക് 2 കോടി അനുവദിക്കുമെന്നും വാഗ്ദാനം. വിമാനയാത്രയ്ക്കിടെ കഴിച്ച ഓംലെറ്റിൽ നിന്ന് ചത്ത പാറ്റയെ ലഭിച്ചതായി യാത്രക്കാരി. എയർ ഇന്ത്യയുടെ ഡൽഹി ന്യൂയോർക്ക് വിമാനത്തിലെ യാത്രക്കാരിക്കാണ് പാറ്റയെ ലഭിച്ചത്. ഇതിന്റെ ഫോട്ടോയും വീഡിയോയും ഇവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. സംഭവത്തിൽ എയർ ഇന്ത്യക്ക് പരാതി. ഹരിയാനയിലെ അനധികൃത പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 3 മരണം. മരിച്ചവരിൽ 2 സ്ത്രീകളും 1 കുട്ടിയും. സ്ഫോടനത്തിൽ 9 പേർക്ക് പരിക്ക്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി പോലീസ്. പൂനെ മെട്രോ അടക്കമുള്ള മഹാരാഷ്ട്രയിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. ഉദ്ഘാടനം നടത്തുന്നത് വീഡിയോ കോൺഫറൻസ് വഴി. സംസ്ഥാനത്ത് 11,200 കോടിയുടെ വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും ഇന്ന് നടക്കും. സോളാപൂർ വിമാനത്താവളവും ബിഡ്കിൻ ഇൻഡസ്ട്രിയൽ ഏരിയയും പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. ഉത്സവ സീസണിലെ വിമാന നിരക്കിന്റെ വർധനവ് നിരീക്ഷിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കും. നിലവിലെ സംവിധാനം കാര്യക്ഷമമല്ലെന്ന് വിമർശനം. കോവിഡിന് ശേഷം വിമാന നിരക്കിലുണ്ടായ വർധനവ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും യാത്രക്കാരുടെ ആശങ്ക കഴിവതും വേഗം പരിഹരിക്കുമെന്നും വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. ഹത്രസിൽ വീടിന്റെ പോർച്ച് കുഴിച്ചപ്പോൾ അസ്ഥികൂടം കണ്ടെത്തി. 30 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ബുദ്ധറാമിന്റെ അസ്ഥിയാണെന്ന് നിഗമനം. അവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. സംഭവത്തിൽ പോലീസ് ബുദ്ധറാമിന്റെ ഭാര്യയുടെയും 2 ആൺമക്കളുടെയും പേരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. പ്രതികൾക്ക് 4മതൊരാളുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് സൂചന. ഉത്തർപ്രദേശിൽ ഗ്രാമവാസിയെ ആക്രമിച്ച പുലിയെ നാട്ടുകാർ തല്ലിക്കൊന്നു. സംഭവം ബിജ്നോർ ജില്ലയിൽ കിരാത്പൂരിൽ. പുലി ആക്രമിച്ചത് 46-കാരനായ സുരേന്ദ്രകുമാറിനെയും മക്കളെയും. UN പൊതുസഭയിൽ പാകിസ്ഥാനെ അപലപിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഭീകരവാദവും മൗലികവാദവുമാണ് പാകിസ്ഥാന്റെ പ്രധാന ഉൽപ്പന്നങ്ങൾ. വിനാശകരമായ തെരഞ്ഞെടുപ്പുകൾ കാരണം സാമ്പത്തികമായി പിന്തള്ളപ്പെട്ട രാജ്യമാണ് പാകിസ്ഥാൻ. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം അവരുടെ കർമ്മം മാത്രമാണ്. അവരുടെ ദുഷ്പ്രവർത്തികൾ അയൽരാജ്യത്തെയും ബാധിക്കുന്നുണ്ടെന്നും എസ് ജയശങ്കർ. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയെ വധിച്ചത് ചരിത്രപരമായ വഴിത്തിരിവെന്ന് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. നിരവധി ഇസ്രയേലികളെ വധിച്ചതിന് കണക്ക് തീർത്തു. ഇസ്രയേലിന്റെ ലക്ഷ്യങ്ങൾ നേടാൻ നസ്രല്ലയുടെ മരണം അനിവാര്യമായിരുന്നു. ശത്രുക്കൾക്കെതിരായ ആക്രമണം തുടരുമെന്നും ഇസ്രയേലി പ്രധാനമന്ത്രി. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയുടെ കൊലപാതകത്തിന് പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി. നസ്രല്ല ഒരു വ്യക്തിയായിരുന്നില്ല, ഒരു ചിന്താധാരയായിരുന്നു. ഇസ്രായേലിനെതിരായ നടപടി തുടരുമെന്നും ഖമേനി. നേപ്പാളിൽ വെള്ളപ്പൊക്കത്തിൽ മരണം 66ആയി. 60-ലധികം പേരെ കാണാതായി. കനത്ത മഴയ്ക്ക് പിന്നാലെ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഉണ്ടാവുകയായിരുന്നു. 1000-ലധികം പേരെ രക്ഷപ്പെടുത്തിയതായി അധികൃതർ. സ്പെയിനിൽ കുടിയേറ്റക്കാരുമായി വന്ന ബോട്ട് മറിഞ്ഞ് 9 മരണം. 48 പേരെ കാണാതായി. 27 പേരെ രക്ഷപ്പെടുത്തി. അപകടമുണ്ടായത് എൽ ഹീറോ ദ്വീപിന് സമീപം. മാലി, മൗറിറ്റാനിയ, സെനഗൽ എന്നിവിടങ്ങളിൽ നിന്നുണ്ടായിരുന്നവരാണ് ബോട്ടിലുണ്ടായിരുന്നതെന്ന് സ്പെയിൻ. വിവിധ ഇനം അരികളുടെ കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം കേന്ദ്രം ഉടൻ നീക്കിയേക്കുമെന്ന് സൂചന. ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി കണക്കിലെടുത്തായിരിക്കും നീക്കം. കയറ്റുമതി കൂടുന്നതോടെ കർഷകർക്ക് അർഹമായ വില ലഭിക്കും. ശമ്പളം, പെൻഷൻ, വികസന പദ്ധതികൾ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാനായി കേരളം വീണ്ടും കടമെടുക്കുന്നു. റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷനായ ഇ കുബേർ പോർട്ടൽ വഴി കേരളം 1245 കോടി രൂപ കടമെടുക്കുമെന്ന് റിസർവ് ബാങ്ക്. നടപ്പ് സാമ്പത്തിക വർഷം ഏപ്രിൽ-ഡിസംബർ കാലയളവിൽ 21,253 കോടി കടമെടുക്കാൻ കേരളത്തിന് അവകാശമുണ്ടെന്ന് കേന്ദ്രം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പുതിയ ആശുപത്രി സ്ഥാപിക്കാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ നയിക്കുന്ന ആസ്റ്റർ DM ഹെൽത്ത് കെയർ. ഹൈദരാബാദിൽ 220 കോടി രൂപ ചെലവഴിച്ച് ആശുപത്രി നിർമ്മിക്കുന്നത് 3 ലക്ഷം ചതുരശ്ര അടി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള ഹൈദരാബാദിലെ ഏറ്റവും വലിയ ആശുപത്രിയായിരിക്കും ഇതെന്ന് ആസ്റ്റർ ഗ്രൂപ്പ്. സെൽഫോൺ വിപണിയിൽ വൻ കുതിപ്പിനൊരുങ്ങുന്നതിനിടെ ടാറ്റ ഇലക്ട്രോണിക്സിന്റെ തമിഴ്നാട് ഹൊസൂരിലെ ആപ്പിൾ ഐഫോൺ നിർമ്മാണ പ്ലാന്റിൽ അഗ്നിബാധ. അപകടത്തിൽ ആളപായമില്ല. അപകട സമയത്ത് പ്ലാന്റിലുണ്ടായിരുന്ന 1500 ജീവനക്കാരും സുരക്ഷിതർ. ലോക ടൂറിസം ദിനത്തിൽ ഉത്തരവാദിത്ത ടൂറിസം രംഗത്ത് ഇരട്ടത്തിളക്കവുമായി കേരളം. കേന്ദ്ര സർക്കാരിന്റെ
ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡിൽ കടലുണ്ടിക്കും കുമരകത്തിനും ഇട ലഭിച്ചു. ദേശീയ തലത്തിൽ ഈ വർഷം കേരളം നേടുന്ന രണ്ടാമത്തെ പുരസ്കാര നേട്ടം. ബംഗ്ലാദേശിനെതിരായ 2020 ക്രിക്കറ്റ് മത്സരത്തിനുള്ള ഇന്ത്യൻ ടീമായി സഞ്ജു വി സാംസണും ടീമിൽ ഇടം നേടി. സഞ്ജുവിനെ തെരഞ്ഞെടുത്തത് 1ാം വിക്കറ്റ് കീപ്പറായി. മായാങ്ക് യാദവും നിതീഷ് കുമാർ റെഡ്ഡിയും ടീമിൽ. നടി നവ്യ നായരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മാതങ്കി ഫെസ്റ്റിവൽ 2ാം സീസണിന് ഒക്ടോബർ 2-ന് കൊച്ചിയിൽ തുടക്കം. കൊച്ചി ഫൈൻ ആർട്സ് ഹാളിൽ നടക്കുന്ന ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് മന്ത്രി സജി ചെറിയാൻ. ഉദ്ഘാടന ദിവസം നവ്യ നായരുടെ ഭരതനാട്യം അരങ്ങേറും. ഒക്ടോബർ 6 വരെ നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിൽ നിരവധി കലാകാരന്മാരുടെ ഭരതനാട്യം, മോഹിനിയാട്ടം എന്നിവ അരങ്ങേറുമെന്ന് നവ്യ നായർ. വിവിധ തരത്തിൽ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ സംഘടനയായ സക്ഷമയുടെ സംസ്ഥാന വാർഷിക പൊതുയോഗത്തിന് കോട്ടയത്ത് തുടക്കം. സക്ഷമ ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഉമേഷ് അന്തേര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പോടെ ഇന്ന് സമ്മേളനം അവസാനിക്കും. കോട്ടയം അതിരൂപതയുടെ ആദ്യ മെത്രാപ്പോലീത്ത മാർ കുര്യാക്കോസ് കുന്നശ്ശേരിയുടെ മെത്രാപ്പോലീത്ത സ്മരണാർത്ഥമുള്ള പുരസ്കാരം സമ്മാനിച്ചു. അവാർഡിന് അർഹനായത് കോട്ടയം മെഡിക്കൽ കോളേജ് മെഡിസിൻ വിഭാഗം മുൻ മേധാവി ഡോക്ടർ മാത്യു പാറയ്ക്കൽ. പുരസ്കാരം സമ്മാനിച്ചത് ആന്ധ്രാപ്രദേശ് ഗവർണർ ജസ്റ്റിസ് എസ് അബ്ദുൾ നസീർ. ഫൗണ്ടേഷൻ ചെയർമാൻ ജസ്റ്റിസ് സിറിയക് ജോസഫ് അധ്യക്ഷനായിരുന്നു. തിരുവനന്തപുരം ആറ്റിങ്ങൽ ടൗണിലെ സർക്കാർ ഓഫീസുകളുടെ മതിലുകളിൽ പതിച്ചിരുന്ന പോസ്റ്ററുകൾ നീക്കി വിദ്യാർത്ഥികൾ. നഗരസഭയും നഗരത്തിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ NSS യൂണിറ്റുകളും ചേർന്നാണ് സൗന്ദര്യവൽക്കരണം. മതിലുകളിൽ സാമൂഹ്യ ബോധമുണർത്തുന്ന ചിത്രങ്ങൾ വരയ്ക്കുമെന്ന് വിദ്യാർത്ഥികൾ. തിരുവനന്തപുരം പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ബോട്ടിൽ ബൂത്തുകളിൽ വ്യാപക അഴിമതിയെന്ന് ആരോപണം. പദ്ധതിയിൽ പ്രതിഷേധവുമായി യുവജന സംഘടനകൾ. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിളക്കം പദ്ധതിയിലൂടെയാണ് ബോട്ടിലുകൾ സ്ഥാപിച്ചത്. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കൊട്ടാരക്കരയിൽ മെഗാ ശുചീകരണം നടത്തി. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. MC റോഡിന്റെ ഇരുവശവും സ്വകാര്യ ബസ് സ്റ്റാൻഡുകളും ശുചീകരിച്ചു. തിരുവനന്തപുരം വാലക്കോണത്ത് യുവാവിന്റെ ചെവി കടിച്ചു പറിച്ച കേസിൽ യുവാക്കൾ അറസ്റ്റിൽ. തിരുവോണ ദിവസം അത്തപ്പൂക്കളം ഇടുന്ന സ്ഥലത്ത് മൈക്ക് സെറ്റ് നൽകാത്തതിലുള്ള വിരോധത്തിലായിരുന്നു ആക്രമണം. അറസ്റ്റിലായത് വിനീത്, അനു എന്നിവർ. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. പനവൂർ പനയമുട്ടം കോതകുളങ്ങര സ്വദേശി അഭിറാമാണ് അറസ്റ്റിലായത്. നെടുമങ്ങാട് കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു. അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന ബോഗൻവില്ല എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം വൈറലാകുന്നു. സ്തുതി എന്ന ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് സുഷിൻ ശ്യാം. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ഗാനം ആലപിച്ചിരിക്കുന്നത് മേരിയാൻ അലക്സാണ്ടറും സുഷിൻ ശ്യാമും ചേർന്ന്. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, ജ്യോതിർമയി എന്നിവർ പ്രധാന വേഷത്തിൽ. പൂർണിമ ഇന്ദ്രജിത്ത് പ്രധാന വേഷത്തിലെത്തുന്ന ഒരു കട്ടിൽ ഒരു മുറി പ്രദർശനത്തിനെത്തുന്നു. ചിത്രം ഒക്ടോബർ 4-ന് തിയേറ്ററുകളിൽ. രഘുനാഥ് പലേരിയുടെ തിരക്കഥയിൽ കിസ്മത്ത്, തൊട്ടപ്പൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാനവാസ് K ബാവക്കുട്ടി സംവിധാനം ചെയ്യുന്നു. തിയേറ്ററുകളിൽ ആഘോഷമായി കാർത്തി അരവിന്ദ് സ്വാമി ചിത്രം മെയ്യഴകൻ. ചിത്രത്തിന്റെ സ്നീക് പീക്ക് പുറത്ത്. റിലീസിന്റെ ആദ്യ ദിവസത്തിന് ശേഷം മികച്ച അഭിപ്രായമാണ് പുറത്തുവരുന്നത്. 96-ന് ശേഷം C പ്രേംകുമാറാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. സൈജു കുറുപ്പ് ചിത്രം ഭരതനാട്യം OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചു. കോമഡി ഫാമിലി എന്റർടൈനറായി ഒരുങ്ങിയ ചിത്രം തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടിയിരുന്നു. ഓഗസ്റ്റ് 30-ന് ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരുന്നു. ബോളിവുഡ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രോഹിത് ഷെട്ടി ചിത്രം സിംഗം എഗെയിന്റെ ട്രെയിലർ ഒക്ടോബർ 3-ന് പുറത്തുവിടും. അജയ് ദേവ്ഗൺ നായകനാകുന്ന ചിത്രത്തിൽ വലിയ താരനിര ഒരുമിക്കുന്നു. ആക്ഷൻ ജോണറിൽ ഒരുങ്ങുന്ന ചിത്രം ദീപാവലി റിലീസ് ചെയ്യും. ചിത്രത്തിൽ സർപ്രൈസ് എൻട്രികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കോപ്പ് യൂണിവേഴ്സ് ആരാധകർ. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. ഒരിടവേള.